സങ്കീർത്തനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പല സന്ദർഭങ്ങളിൽ റെഫർ ചെയ്ത ഒരു സങ്കീർത്തനമാണ്. Psalm 78 काफी बार रेफर किया हुआ एक भजन संहिता है. ആ സങ്കീർത്തനം വായിച്ച് ചില കാര്യങ്ങൾ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. वो पढ़ के कुछ बातें आपके साथ बांटना चाहूंगा. ഈ സങ്കീർത്തനത്തിന്റെ തുടക്ക ഭാഗങ്ങളിൽ ये भजन संहिता का आरंभ में ഒരു വലിയ സങ്കീർത്തനമാണ് സത്യത്തിൽ. അത് एक बड़ा भजन संहिता है. वो 72 വാക്യങ്ങളുള്ള ഒരു വലിയ സങ്കീർത്തനമാണ്. 72 आयत के साथ एक बड़ा वचन है. वो ഈ വലിയ സങ്കീർത്തനത്തിൽ ये जो बड़ा भजन संहिता में പ്രധാനമായിട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? प्रमुख बातें क्या कहता है? ദൈവം പറയുകയാണ് നാം നമ്മുടെ തലമുറയെ ചിലത് പഠിപ്പിക്കണം. परमेश्वर कहता है हमें अपनी पीढ़ियों को कुछ चीज सिखाना है. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. बच्चों को सिखाना है. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു എങ്കിൽ മാത്രമേ അവർ ആത്മജീവിതത്തിൽ നിലനിൽക്കുവാൻ ഇടയായിത്തീരത്തുള്ളൂ. अगर बच्चों को सिखाएगा तो ही वो आत्मिक मंडल में वो टिक पाएगा. കുഞ്ഞുങ്ങൾ വിശ്വാസ ജീവിതത്തിന്റെ കാര്യങ്ങൾ മറന്നുപോയാൽ, अगर बच्चे विश्वास के जीवन की बातें भूल जाए, അടുത്ത തലമുറ പണ്ട് എങ്ങനെയാണോ നമ്മെ നമ്മുടെ പിതാക്കന്മാരെ നടത്തിയത് ഇത് മറന്നുപോയാൽ, अगर पहले की पीढ़ी अगर हम भूल जाए हमारे पूर्वजों ने हमें कैसा चलाया, ദൈവം നടത്തിയ അത്ഭുതങ്ങളെ മറന്നുപോയാൽ, परमेश्वर ने किए वो चमत्कारों को भूल जाए, ദൈവം അവരെ തള്ളിക്കളയാൻ ഇടയായിത്തീരും. परमेश्वर उन्हें त्यागने का कारण होगा. ദൈവത്താൽ ഒരു വ്യക്തി തള്ളപ്പെട്ട് കഴിഞ്ഞാൽ, अगर परमेश्वर एक व्यक्ति को त्याग दे, അത് വളരെ കഷ്ടകരമായ वो അവസ്ഥയാണ്. बहुत ही कष्ट भरा अवस्था है. നമ്മളെപ്പോഴും പറയും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. हम हमेशा कहते हैं परमेश्वर हमें त्यागेगा नहीं. അതൊരു വാസ്തവമാണ്, वो एक हकीकत है, അതൊരു സത്യമായ കാര്യമാണ്. वो एक सच्चाई है. പക്ഷെ പലപ്പോഴും लेकिन काफी बार ദൈവം നമ്മളെ തള്ളാൻ തയ്യാറല്ലെങ്കിലും कि भले परमेश्वर हमें त्यागने को तैयार नहीं है, നമ്മൾ ദൈവത്തെ തള്ളി അങ്ങ് ദൈവത്തിൽ നിന്ന് ദൂരെ പോയാലോ? अगर हम परमेश्वर को त्याग के अगर परमेश्वर से दूर चले जाए ദൈവത്തിന്റെ तो വചനം പറയുന്ന അവൻ നമ്മെ തന്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നത്, परमेश्वर का वचन कहते हैं उसने अपने हाथों में हमें बसाया है, ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നത്, उसने अपने हाथों में हमें लकीर मारा है, നമ്മെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അല്ലേ? 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, कि वो कहते हैं कि अपने हाथों में हमने पकड़ा है. യേശുവിന്റെ കൈക്കകത്ത് നമ്മളെ ആരെങ്കിലും പിടിച്ചു മേടിക്കാൻ പറ്റുമോ? यीशु के हाथ से हमें कोई भी छुड़ा सकते हैं क्या? അവനിങ്ങനെ പിടിച്ചിരിക്കുക. उसने पकड़ा है हमें. പക്ഷേ लेकिन നമുക്ക് വേണേ അവന്റെ കയ്യിൽ നിന്ന് ചാടി ഇറങ്ങിപ്പോവാം. लेकिन हम चाहे तो उसके हाथ से बाहर निकल सकते हैं. യേശുവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ ആരും തട്ടിപ്പറിച്ചോണ്ട് പോകത്തില്ല. यीशु के हाथ से हमें कोई पकड़ के नहीं ले जाएगा. നമുക്ക് വേണമെങ്കിൽ യേശുവിന്റെ കയ്യിൽ നിന്ന് ചാടി ഇറങ്ങിപ്പോകാം. लेकिन हम चाहे तो यीशु का हाथ छोड़ के निकल ഇത് सकते हैं. ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കരുത്. ये कभी जीवन में नहीं होना है. അവൻ നമ്മെ തള്ളാൻ ഒട്ടും അവന് ഇഷ്ടമല്ല കേട്ടോ. वो कभी हमें त्यागना नहीं चाहता है. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? യേശുവിനെ തള്ളി നാം പോകരുത്. लेकिन हमें क्या करना है? हमें यीशु को त्याग के नहीं जाना അങ്ങനെ है. തള്ളിപ്പോയി കഴിഞ്ഞാൽ, अगर ऐसा त्याग के चले जाए, ദൈവത്തെ മറന്ന് ജീവിച്ചാൽ, यीशु को भूल के जिए, ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയത്തെ കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. तो अगर ऐसा जीते तो जीवन में जो पराजय होगा उसके बारे में भजन संहिता ആദ്യത്തെ कहता है. പോർഷനിൽ പറയുന്നു, पहले का भाग में कहता है മക്കളോട് മക്കളുടെ മക്കളോട് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കണം. बच्चों से पीढ़ी पर पीढ़ी परमेश्वर की जो कार्य है वो बता के दो. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ പ്രവർത്തികൾ എന്താണെന്ന് പറയുന്നു. उसके बाद परमेश्वर का कार्य क्या है वो बताओ. എന്നിട്ട് അതിന്റെ ശേഷം और उसके बाद 60ാമത്തെ വാക്യം മുതൽ 60 के आयत से ദൈവം തള്ളിക്കളഞ്ഞതിനെ കുറിച്ച് പറയുന്നു. परमेश्वर ने त्यागा हुआ उसके बारे में कहता है. എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്? क्यों त्यागा? മക്കൾ തലമുറകൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ മാനിക്കാതെ ഓർക്കാതെ ജീവിച്ചതുകൊണ്ട്, कि बच्चे पीढ़ी पर पीढ़ी परमेश्वर के कार्यों को बिना याद किए जिया, അതുകൊണ്ട് അവര് തള്ളപ്പെടുവാൻ ഇടയായി തീർന്നു. इसके लिए वो त्यागा गया. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് വളരെ ചെറിയ പ്രായത്തിലെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. कि माता पिता अपने बच्चों को बचपन से ही परमेश्वर के बारे में അല്പം सिखाना है. പ്രായമായി കഴിഞ്ഞാലുണ്ടല്ലോ, कुछ उम्र के बाद क्या है, ആ പലതും അവർ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, वो बहुत कुछ सीखने के बाद പിന്നെ നമ്മൾ പറയുന്നത് അവർ കേൾക്കാൻ ഒരുപക്ഷെ നിന്ന് തരത്തില്ല. फिर हम जो कहते हैं वो सुनने को तैयार नहीं അതുകൊണ്ട് होगा. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴേ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങൾ അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. तो बचपन में ही वचन की सच्चाई उन्हें प्रकट करके देना है. മക്കളോട്, बच्चों से, മക്കളുടെ തലമുറയോട്, पीढ़ियों से, വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ कि आने वाली पीढ़ियों से, എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മുന്നോട്ട് എത്ര മക്കൾ ഇനി ജനിപ്പാനുണ്ടോ അവരോടൊക്കെ आमेन. കർത്താവിന്റെ പ്രവൃത്തിയെ കുറിച്ച് വർണ്ണിക്കുവാൻ ഇടയായിത്തീരും. उसका मतलब है कि आने वाले जो पीढ़ी उनसे भी परमेश्वर के कार्यों को वर्णन करना है. ശ്രദ്ധിച്ച് കേൾക്കണമേ. ध्यान से सुनना. നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രശ്നം,
इस दौर का सबसे बड़ा समस्या തലമുറ വിശ്വാസത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. कि जो पीढ़ी है विश्वास में स्थिर नहीं होता है। തലമുറ പലപ്പോഴും പിശാച് ഡൈവേർട്ട് ചെയ്ത് കളയുക, പിശാച് നശിപ്പിച്ചു കളയുക. पीढ़ियों को काफी बार शैतान क्या करता है, डाइवर्ट कर പല लेते हैं സ്ഥലങ്ങളിൽ അത് പല രീതിയിലാണ്. कि काफी अलग अलग जगह पे अलग अलग तरीके से हैं। ഇന്ന് ലോകം മുഴുവൻ ഒരു ലോകം പോലാ. आज पूरी दुनिया एक समान है। അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മേൽ എന്തോ ഇൻഫ്ലുവൻസാ ഉള്ളത്, അതേ ഇൻഫ്ലുവൻസ് തന്നെയാണ് ബോംബെയിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ മേലുള്ളത്. अमेरिका में जो बच्चों को क्या इन्फ्लुएंस करते हैं वही सेम चीज मुंबई में भी करता है, കാരണം അവരെല്ലാം ഒരേ സോഴ്സിൽ നിന്നാണ് ഇൻഫ്ലുവൻസ് അവർ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. क्योंकि वो सारी चीजें एक ही सोर्ता से लेता है। അവരെല്ലാം ഒരേ വീഡിയോ കാണുന്നല്ലേ, वो सब एक ही वीडियो देखते हैं, അവരെല്ലാം ഒരേ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. वो सब एक ही मटेरियल उपयोग कर रहे हैं। അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ചലഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. इसके लिए हर व्यक्ति एक समान चुनौती के में है। വലിയൊരു വെല്ലുവിളിയാണിത്. ये बहुत बड़ा चुनौती है। കുഞ്ഞു പ്രായത്തിലെ ചില അടിസ്ഥാനങ്ങൾ അവരുടെ ഹൃദയത്തിൽ നമ്മൾ ഇട്ടുകൊടുക്കണം. बचपन में ही हमें उनके जीवन में एक नींव डालना ഇവിടെ है। ഒരു വലിയ പ്രശ്നമുണ്ട്. एक बड़ा समस्या है, മാതാപിതാക്കൾ വചനം പറഞ്ഞത് കൊണ്ട് മാത്രം കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ സത്യത്തിൽ നടക്കത്തില്ല. माता पिता वचन बता के देने से बच्चा कभी सच्चाई में नहीं चलेंगे। മാതാപിതാക്കൾ മാതൃകയോട് Amen. ജീവിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. माता पिता एक आदर्श के साथ, नमूने के साथ जीना है। അപ്പനും അമ്മയും മാതൃകയല്ലെങ്കിൽ अगर माता पिता एक आदर्श नहीं है, അപ്പന് ഉപദേശിക്കാൻ പറ്റുമോ, അമ്മയ്ക്ക് ഉപദേശിക്കാൻ പറ്റുമോ? क्या माता पिता उन्हें उपदेश दे सकते हैं? അവർക്ക് ഉപദേശിക്കാനുള്ള റൈറ്റ് ഇല്ല. उनको उपदेश करने का हक नहीं है। അപ്പൊ മാതാപിതാക്കൾ വലിയ ഉത്തരവാദിത്വത്തോടെ അവര് തന്നെ എന്ത് ചെയ്യണം, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കണം. तो माता पिता बहुत जिम्मेदारी के साथ वो स्वयं एक विश्वास योग्य जीवन जीना മകൻ है। മദ്യപാനം ആരംഭിക്കുന്നു, बेटा शराब पीना शुरू करता है, മകൻ കള്ളുകുടി തുടങ്ങി. बेटा शराब पीना शुरू किया, അമ്മ ചെന്ന് അപ്പനോട് പറഞ്ഞു ഇവനെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞു. माँ जाके पिता को बोले उसको जरा एडवाइस करो। അപ്പൻ സ്ഥിര കുടിക്കുന്ന ആളാ. पिता हमेशा पीता है, അപ്പൻ കുടിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. पिता पी के कुछ समस्या नहीं करता ചില है। കുടിയന്മാരുണ്ട്, അവരെ നല്ല കുടിയന്മാരെന്നാ വിളിക്കുന്നത്. कुछ शराबियों को अच्छा शराबी कहते हैं കുടിച്ചു കഴിഞ്ഞാൽ സ്നേഹം കൂടും. कि पीने के बाद प्रेम बढ़ते हैं। അങ്ങനെയുള്ള കുടിയന്മാരുണ്ട്. കുടിച്ചു കഴിഞ്ഞാല് പിന്നെ ഭാര്യയോട് ഭയങ്കര സ്നേഹം, മക്കളോട് ഭയങ്കര സ്നേഹം. ऐसे भी शराबी है कि शराब पीने के बाद बीवी बच्चों से बहुत ज्यादा प्यार करते हैं। വരുന്നവർക്ക് ബേക്കറിയിൽ നിന്ന് മധുരപലഹാരമൊക്കെ വാങ്ങിച്ചോണ്ട് വരും. आते समय बेकरी से कुछ स्वीट्स लेके आएंगे, ഭയങ്കര സ്നേഹമാ പിന്നെ പുള്ളിക്ക്. बहुत प्रेम है फिर। അപ്പൊ നമ്മളോട് നല്ല കുടിയനാന്ന് പറയും. तो कहेंगे वो अच्छा शराबी है। ചിലർ കുടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വന്ന് പിന്നെ എന്ത് ചെയ്യും, നല്ലവണ്ണം കിടന്ന് ഉറങ്ങും. कुछ लोग शराब पीने के बाद आके सो जाते हैं। അപ്പൻ കുടിച്ചിട്ട് വഴക്കുണ്ടാക്കുന്നവനല്ല, पिता शराब पी के समस्या नहीं करते, നല്ല കുടിയനാ. एक अच्छा शराबी പക്ഷെ है। അപ്പൻ എങ്ങനെ മോനോട് പറയുന്നത് കുടിക്കില്ലെന്ന്? फिर पिता कैसा बेटे से कहेगा मत पियो, അപ്പൻ കുടിക്കുന്ന ആളാണ്. क्योंकि पिता पीता है। മാതൃകയാണോ? क्या वो आदर्श है? അല്ല. नहीं। നമ്മൾ മാതൃകയല്ലെങ്കിൽ अगर हम आदर्श नहीं है, നമ്മുടെ മക്കളെ ഉപദേശിക്കാനുള്ള അർഹത നമുക്കില്ലാതായി പോകും. हम अपने बच्चों को उपदेश नहीं दे सकता है। അവൻ നമ്മളോട് ചോദിക്കും, वो हमसे അപ്പൻ पूछेंगे, ആദ്യം അപ്പനെ ശരിയാക്കാൻ പറയും. बोला पिता आप पहले आप सही हो जाओ। ഇന്നത്തെ തലമുറ ചോദിക്കുന്ന തലമുറയല്ലേ, आज के पीढ़ी जो है सवाल करता है, അത് അവരുടെ കുറ്റമല്ല. वो उनका समस्या नहीं, അവര് നമ്മളെക്കാട്ടിലും വേഗത്തിൽ അവര് വളർന്നു വരുന്ന തലമുറയാണ്. वो हमसे भी रफ्तार में बढ़ने वाली पीढ़ी है। അപ്പൻ നല്ല കുടിയനായിരുന്നു. पिता जो है अच्छा शराबी है। അമ്മ അപ്പനോട് പറഞ്ഞു ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞു. माँ ने पिता से कहा एक बार उपदेश പക്ഷെ कर, അപ്പൻ ഉപദേശിക്കാൻ പറ്റത്തില്ല. लेकिन पिता जो है उसे उपदेश नहीं दे അതുകൊണ്ട് सकते അപ്പൻ ഉപദേശിച്ചില്ല. हैं। इसके पिता ने सलाह नहीं മകൻ दिया, കുടിക്കാൻ പഠിച്ചു. बेटा पीने പക്ഷെ सीखा। മകൻ മഹാ തല്ലിപ്പുള്ളി കുടിയനായി മാറി. कि बेटा जो है एक मारामारी करने वाला, മകന് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചീത്ത വിളിക്കണം. कि बेटा शराब पीने के बाद किसी न किसी को गाली देता അത് है। വേറെ ടൈപ്പ് കുടിയനാ. वो एक दूसरा प्रकार का शराबी അവൻ है। നാട്ടുകാരെ ചീത്ത വിളിക്കും, അവൻ അടി കിട്ടും അല്ലേ? वो दूसरों को गाली देगा, वो मार खाएगा। ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, നമുക്ക് മാതൃകയില്ലെങ്കിൽ നമുക്ക് ഉപദേശിക്കാൻ പറ്റുകയില്ല. मेरा कहने का मतलब है अगर आदर्श में नहीं चले तो हम किसी को सलाह नहीं दे सकते। മക്കളുടെ മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം. ये कहते हैं बच्चों को बच्चों से भी कहना। ശരി, പ്രശ്നമുണ്ട്. इसमें एक समस्या है। മക്കളോട് പറയുമ്പോൾ जो बच्चों को कहेंगे, വെറും കഥ പറഞ്ഞാൽ അവര് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ. हालेलुया, बच्चों को सिर्फ कहानी बता के देंगे तो विश्वास नहीं നമ്മൾ करेंगे। പറയാ എന്റെ അപ്പച്ചന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു,
अगर हम कहेंगे मेरे पिता के जमाने में इस प्रकार हुआ, നമ്മുടെ പെന്തക്കോസ്തിന്റെ അപ്പച്ചന്മാരൊക്കെ ആരായിരുന്നെന്ന് അറിയാമോ? हमारे पेंटिकोस्ट की जो पूर्वज लोग थे क्या था तुम्हें पता है? അങ്ങനൊക്കെ നമ്മൾ പറയത്തില്ലേ? हम इस प्रकार कहते हैं। പാമ്പ് കടിച്ച പാമ്പിന്റെ വിഷമടക്കിയ അപ്പച്ചന്മാരെ आमीन हालेलुया। जब सांप काटे तो सांप का जहर भी नहीं लगता था। നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഭയങ്കര പാർട്ടികളായിരുന്നു. हमारा जो पूर्वज लोग बहुत सामर्थ्यशाली थे। പിള്ളേർ പറഞ്ഞു ചുമ്മാ ഇരിയപ്പ ഈ മണ്ടത്തരമൊന്നും പറയാതെ. तो बच्चे बोले चुपचाप बेटा ऐसी बेवकूफी मत बोलो। कारण क्या है? നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലെന്നേ. हालेलुया। हमारे जीवन में वो सब नहीं है। വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയ്ക്കകത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. वाक्य बशीर बोल के एक व्यक्ति का कहानी में इस प्रकार एक भाग है। വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുറെ കഥകൾ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. उनकी काफी सारी कहानी पढ़े हैं। ഒരു ഇരിപ്പിന് എനിക്ക് ഒരു മാസം കൊണ്ട് ഒരു 7-8 പുസ്തകങ്ങൾ ബഷീറിന്റെ പുസ്തകങ്ങൾ വായിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. कि पासवान ने एक महीने में 7-8 किताब उनका पढ़ा है। ഒരു പുസ്തകത്തിന്റെ പേരാണ് പാത്തുമ്മയുടെ ആട്. उसमें से एक किताब का नाम है फातिमा का बकरी। എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ उनका ध्यान सही है। പാത്തുമ്മയുടെ ആടിന്റെ അകത്ത് ഒരു ഭാഗമാണ്. उसके अंदर एक भाग है। പാത്തുമ്മ എപ്പോഴും പൊങ്ങച്ചം പറയും. ये जो പാത്തുമ്മ बोल के स्त्री हमेशा बड़ाई करते हैं। പാത്തുമ്മ എന്താ പൊങ്ങച്ചം പറയുന്നതെന്ന് ये അറിയാമോ? क्या कहती है? എന്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയും. कि मेरे जो दादाजी को एक हाथी था। അപ്പൊ ഈ കൊച്ചു പിള്ളേര് പാത്തുമ്മ ഇപ്പം ഭയങ്കര പട്ടിണി പാവമാ, പാത്തുമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. अब ये जो പാത്തുമ്മ एकदम गरीब है, उसके पास कुछ भी नहीं है। പാത്തുമ്മ പറയും എന്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. बोलते मेरे दादाजी को एक हाथी था। അപ്പൊ പിള്ളേർ പറയും പിന്നെ വലിയ കുയ്യാന അല്ലെങ്കിൽ കുഴിയാനയാണെന്ന് പറയും. तो कुड़ियाना अर्थवम अर्थवम नहीं है वो क्या ना, केरला में ऐसे एक चीज को हम छोटा एक प्राणी है, एक जीवी है, वो मिट्टी में रहते, उसको हम मिट्टी में रहने वाला हाथी बुलाते हैं। वो क्या कैटरपिलर का लार्वा है, कैटरपिलर का लार्वा। आप कैटरपिलर का लार्वा आप नेट में सर्च करके देखो, आपका भाषा में उसका नाम मिलेगा आपको, ठीक है? अब हम बड़े വലിയൊരു കുഴിയാനയായിരുന്നു. तो वो इस प्रकार वो कहता है, वो പിള്ളേർക്ക് വിശ്വാസമല്ല, बच्चों को विश्वास नहीं है। അപ്പൂപ്പായുടെ കാലത്ത് ഇതൊക്കെ സംഭവിച്ചത് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? तो हमारा दादा का जमाने में ये सब हुआ बोल के कुछ फायदा नहीं है। നമ്മുടെ അപ്പൂപ്പായുടെ കാലത്ത് അവര് ഭൂതങ്ങളെ പുറത്താക്കി, हमारे पूर्वजों के समय में उन्होंने दुष्ट आत्माओं को बाहर निकाला, സൗഖ്യമാക്കി, और बीमारों को चंगा किया। നമ്മളാണെങ്കിലോ നമ്മളെ സാത്താൻ എടുത്തിട്ട് കുടഞ്ഞോണ്ടിരിക്കുക. और हमें क्या है, शत्रु पीट रहा है, നമ്മളെ സാത്താൻ ബന്ധിച്ചു വെച്ചോണ്ടിരിക്കുക. हमें शत्रु बंधन में रखा है। ശരിയല്ലേ? सही है कि नहीं? പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ये जो कहते हैं वो हमारे जीवन में होना എങ്കിലേ चाहिए, തലമുറ വിശ്വസിക്കത്തുള്ളൂ. तो ही जो है पीढ़ी विश्वास करेगा। ഉപദേശിക്കുമ്പോൾ മാതൃകയുള്ളവരായിരിക്കണം. तो सलाह देते समय एक आदर्श व्यक्ति होना चाहिए। ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. जब हम कहते हैं तो कार्य हमारे जीवन में प्रकट होना चाहिए। മൂന്നാമത്, तीसरी बात है, മക്കളോട് ഇത് പറയുമ്പോൾ जब बच्चों को कहेंगे, മക്കള് ചോദിക്കും അപ്പ ഇതിന്റെയൊക്കെ അർത്ഥം എന്താന്ന് ചോദിക്കും. तो बच्चे पूछेंगे पिता इन सब का अर्थ क्या है? കേൾക്കണമേ. ध्यान से सुनना। അർത്ഥം ചോദിക്കുമ്പോൾ जब अर्थ पूछेंगे, പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന, जब बोल के दे पाए, വിശ്വസനീയമാകുന്ന ഒരു മീനിങ് അതിനകത്തുണ്ടാകണം. जब बच्चे अर्थ पूछते हैं तो बता के देने में समझ सकते हैं, वैसा एक अर्थ उसमें होना चाहिए। ഉദാഹരണത്തിന് മതത്തിന്റെ ഹല്ലേലൂയ ചടങ്ങുകൾ, ആചാര അനുഷ്ഠാനങ്ങൾ, कि उदाहरण में धर्म की रीति रिवाज, ഹല്ലേലൂയ, അതെന്താ അങ്ങനെ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ वो क्यों इस प्रकार करते पूछे, അതിനൊരു അർത്ഥം വേണം അല്ലേ? उसका एक अर्थ होना ഒരു चाहिए, മീനിങ് വേണം. एक अर्थ होना चाहिए। മീനിങ് നമ്മുടെ യുക്തിക്ക് ചേരുന്നതായിരിക്കണം. जो अर्थ है हमारे बुद्धि में समझना वाला चाहिए। യുക്തിക്ക് ചേരാത്ത ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ കാണിച്ചിട്ട് മക്കളേക്ക് അപ്പ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? कि हम बिना सोच समझ के बुद्धि को एहसास नहीं होते, वैसा कोई रीति रिवाज करो, बच्चे पूछे इसका अर्थ क्या അപ്പൊ है, നമുക്ക് കൊടുക്കാൻ ഒരു ഉത്തരവില്ലെങ്കിലോ और हमें देने के लिए उत्तर नहीं है तो അവര് വിശ്വാസത്തിന് ദൂരെ പോകും. वो विश्वास से दूर जाएंगे। പിന്നെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് അവര് വിശ്വസിക്കത്തില്ല. फिर कुछ भी बोलने से विश्वास नहीं കാരണം करेगा, അവര് നമ്മളെക്കാട്ടിലും പഠിച്ചവരാ. क्योंकि हमसे भी सीखा है। ഓരോ തലമുറ മുന്നോട്ട് കൂടുതൽ പഠിക്കുന്നവരല്ലേ? हर एक पीढ़ी आगे ज्यादा सीखता है। ഹല്ലേലൂയ. ഞാനൊരു 10-15 വർഷം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു, ഒരു 2005-10 ആ കാലഘട്ടത്തിലൊക്കെ, ഒരു 10-15-18 വർഷങ്ങൾക്ക് മുമ്പ് एक 10-15 साल पहले ഒരാൾ എന്നോട് പറഞ്ഞു, ഫിനി 10 വർഷം കഴിയുമ്പോൾ एक व्यक्ति ने कहा, फिनी 10 साल के बाद ഫിനിയുടെ പ്രസംഗം ആരും കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. तुम्हारा प्रचार कोई सुनेगा नहीं। അദ്ദേഹം പറഞ്ഞത് ശരിയാ കേട്ടോ. उन्हें जो बोला सही है, അദ്ദേഹം പറഞ്ഞു ഫിനിയുടെ പ്രസംഗം ഒന്നും ആരും കേൾക്കത്തില്ല. तुम्हारा प्रचार कोई नहीं सुनेगा। कारण അന്നത്തെ തലമുറ ഫിനിയെക്കാട്ടിൽ ഒത്തിരി പഠിച്ചവരായിരിക്കും പറഞ്ഞു. कि उस तभी का पीढ़ी आपसे बहुत सिखा हुआ रहेगा। പറഞ്ഞത് സത്യമാ, जो बोला सच है। അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. और इसके लिए पासवान हमेशा अपने आप को अपडेट करने को देखते हैं। എത്ര അപ്ഡേറ്റ് ചെയ്താലും
और कितना भी अपडेट कर दे, നമ്മുടെ ശുശ്രൂഷ ജ്ഞാനത്തിന്റെ ശുശ്രൂഷയല്ലാത്തത് आमेन हालेलुया, कितना भी अपडेट कर दे, हमारा जो सेवकाई है वो ज्ञान की सेवकाई नहीं है നമ്മളെക്കാൾ ബുദ്ധിയുള്ള പരിശുദ്ധാത്മാവ്, कि हमसे भी बुद्धिमान जो पवित्र आत्मा, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിലൂടെ പറയുമ്പോൾ कि हमें जो समझ नहीं सकती वैसी बातें जो वचन അത് से कहता है, ഏത് തലമുറയെ സ്പർശിക്കാൻ പ്രാപ്തമാണെന്ന് എനിക്ക് आमेन മനസ്സിലായി. आमेन, वो कोई भी पीढ़ी को छूने के लिए सामर्थ्यशाली है। അതുകൊണ്ട് ഇപ്പൊ 10-29 വർഷമായി വചനം പ്രസംഗിക്കുന്നു, ഫീൽഡിൽ നിന്ന് ഔട്ട് ആയിട്ടില്ല. आमेन हालेलुया, इसके लिए 29-30 साल से प्रचार करो, इस फील्ड से आउट नहीं हुआ। ചിലരൊക്കെ പറയാറില്ല, ഈ ചില സെലിബ്രിറ്റീസ് ഒക്കെ പറയാറില്ല ഫീൽഡിൽ നിന്ന് ഔട്ട് ആയെന്ന്. बड़े बड़े सेलिब्रिटीज इस प्रकार कहते हो फील्ड से आउट കാരണം हुआ, പുതിയ തലമുറയ്ക്ക് അവർ പറയുന്നത് മനസ്സിലാകുന്നില്ല. कि जो नई पीढ़ी को वो जो कहते हैं समझ में नहीं आता, അവർ ഔട്ട് ആയി പോയി. वो आउट हो गया। ചിലരൊക്കെ പറയും ആശയദാരിദ്ര്യമാണെന്ന് പറയും. ആശയദാരിദ്ര്യം എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ओपिनियन डिफरेंस, अल्ल ओपिनियन डिफरेंस अल्ल, आइडिया का कमी, मतलब आइडिया कुछ नहीं है, नया आइडिया कुछ नहीं. कुछ प्रकार कहते हैं कि नई कोई आइडिया नहीं है। വേദവസ്തം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസന് ആശയദാരിദ്ര്യമില്ല. ഇത് നിറച്ച് ഇനി ആമേൻ. എനിക്ക് സത്യത്തിൽ ഞാൻ ഇവിടെ സത്യത്തിൽ ചിന്തിച്ചൊരു കാര്യം പറയുക, ഒരു ജീവിതകാലം മുഴുവൻ പഠിച്ചാലും വേദവസ്തം മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. कि यहाँ बैठ के पास में सोचिए कि एक उम्र पूरा सीखेगा तो ये वचन पूरी तरह से सीख नहीं पाओगे, എന്തൊരു ആഴമാണെന്നറിയാം. कितने गहराई है। അതുകൊണ്ട് ചില ദൈവദാസന്മാർ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് തന്നെയാണ് ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. कि इसके लिए कुछ परमेश्वर के दोस्तों एक पर्टिकुलर सब्जेक्ट जीवन भर सीखता है। ചില ദൈവദാസന്മാരുണ്ട്, അവർ എസ്കറ്റോളജി തന്നെ പ്രസംഗിക്കുന്നവർ, അവർ അതാ പഠിക്കുന്നത്, എസ്കറ്റോളജി. അത് कुछ परमेश्वर एस्केटोलॉजी वही सीखता है, ഭവിഷ്യ में क्या होने वाला है, आगे क्या होने वाला है। ചില ദൈവദാസന്മാരല്ലേ കൾട്ടുകളെ കുറിച്ച് മാത്രം സ്റ്റഡി ചെയ്യുന്നത്, കാരണം ബാക്കി എല്ലാം കൂടെ പഠിക്കാൻ പറ്റത്തില്ല. कुछ लोग कल्ट के बारे में सीखते हैं। ഞാൻ ഇവിടെ ഇരുന്നോണ്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഏത് ഏറിയയാ ഞാൻ ഇനി പഠിച്ച് പ്രസംഗിക്കേണ്ടത് ചോദിച്ചു. तो पासवान ने पूछा परमेश्वर कौन सा क्षेत्र में पढ़ के അവൻ सीखना है। ദൈവാത്മാവിനോട് പറഞ്ഞു, ഇങ്ങനെ പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. पवित्र आत्मा जैसे जा रहे वैसे ही जा, പ്രത്യേകിച്ച് പുതിയ പരിപാടിയൊന്നും കണ്ടുപിടിക്കേണ്ടത്. तू नया कुछ सीखने मत जा। ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. परमेश्वर को धन्यवाद दे। അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തലമുറ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കണം. तो हमें क्या है कि हमारे पीढ़ी जब सवाल पूछते तो उन्हें उत्तर എന്താ देना है। ഈ ആചാരാനുഷ്ഠാനത്തിന് അർത്ഥമെന്ന് ചോദിക്കുമ്പോൾ क्यों पिता ये रीति रिवाज का അത് कारण, നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലം മുതലേ നടക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തലമുറ വിശ്വസിക്കത്തില്ല. अगर हम इस प्रकार के हमें दादा परदादा के जमाने से चलते तो वो विश्वास नहीं करेंगे, ഉത്തരമുണ്ടാകണം. उसका उत्तर होना चाहिए। അതുകൊണ്ടാണ് പല മതങ്ങളിൽ നിന്നും ആളുകളിൽ നിന്ന് നിരീശ്വരവാദികളാകുന്നത്. इसके लिए बहुत सारे धर्मों से लोग छूट के निरीश्वरवादी बनता है। എന്തുകൊണ്ടാണ് നിരീശ്വരവാദികളാകുന്നത്? क्यों निरीश्वरवादी बनता है? അവരുടെ മതം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ല. उनका जो धर्म जो करता है उसका उन्हें उत्तर नहीं है। അതുകൊണ്ടാണ് പല ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളാകുന്നത്. इसके लिए बहुत सारे मसीह जो क्रिश्चियन है वो भी निरीश्वरवादी ഞാൻ बनता है। പറഞ്ഞത് ദൈവവൈതൽ നിരീശ്വരവാദിയാകുന്നതല്ല. मैं ये नहीं बोला कि जो परमेश्वर के बच्चे ക്രിസ്ത്യാനി क्रिश्चियन ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താ? के ईसाई मतलब क्या है? അവര് പറഞ്ഞു ഞങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു. वो कहते हैं हम मसीह कुटुंब में जन्म हुआ इसके लिए ईसाई है। ക്രൈസ്റ്റ് ഇല്ല, ജീവിതത്തിൽ ക്രൈസ്റ്റ് ഇല്ല. उनके जीवन में मसीह नहीं है, വെറും പേരിൽ ക്രൈസ്റ്റ് ഉണ്ട്. सिर्फ नाम में मसीह है। ക്രിസ്ത്യാനി. ईसाई ഞാൻ പണ്ട് ഈ SMS-ന്റെ ഒക്കെ കാലത്ത്, ഇപ്പോഴല്ല, SMS-ന്റെ ഒക്കെ കാലത്ത് ഓർമ്മ ശരിയാണെങ്കിൽ पासवान जब SMS के दौर में ഞാൻ എല്ലാ ദിവസവും ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് SMS ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് അയക്കുമായിരുന്നു. पासवान एक ग्रुप व्यक्तियों को SMS भेजता था। അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് എല്ലാവർക്കും അയച്ചു. ऐसे एक मैसेज सबको भेजा വിത്തൗട്ട് ക്രൈസ്റ്റ് ഐ ആം നത്തിങ്. कि बिना मसीह का मैं कुछ भी नहीं। അത് കിട്ടിയ ഒരു ക്രിസ്ത്യാനി वो मिला हुआ एक തിരിച്ച് ईसाई നാട്ടിൽ അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്ന എല്ലാ ചീത്തയും കൂടെ എഴുതി എനിക്കൊരു മെസ്സേജ് ഇട്ടു. कि उन्होंने पूरा उल्टा सुल्टा भाषा के साथ एक मैसेज ഞാൻ भेजा। നല്ല കാര്യമല്ലേ പറഞ്ഞത്? मैंने अच्छी बातें बोला, വിത്തൗട്ട് ക്രൈസ്റ്റ് ഐ ആം നത്തിങ്. मैंने बोला मसीह के बिना मैं कुछ भी नहीं। പിന്നെ ABCD അക്ഷരമാലയിലുള്ള എല്ലാ ചീത്തയും, എല്ലാ വാക്കുകളിലുള്ള ചീത്തയും എനിക്ക് ചിത്തടി വിളിച്ചു. उसने पूरा अक्षर से भरा हुआ गालियां दिया, കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ക്രൈസ്റ്റ് ഇല്ല. क्योंकि उनके जीवन में मसीह नहीं ഒരു है। പക്ഷെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോഴായിരിക്കും ഈ മെസ്സേജ് അങ്ങോട്ട് കിട്ടുന്നത്. हो सकता है जब शराब पी रहे तब जाके मैसेज मिला, ആൽക്കഹോൾ ആക്ടിവേറ്റ് ചെയ്തു, സ്പിരിറ്റ് ആക്ടിവേറ്റ് ചെയ്തു. तो अल्कोहल वहां एक्टिवेट हुआ। ഹോളി സ്പിരിറ്റ് അല്ല, അകത്ത് കിടക്കുന്ന ആൽക്കഹോളിന്റെ സ്പിരിറ്റ് ആക്ടിവേറ്റ് ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. पवित्र आत्मा ने अंदर जो शराब बेटा वो ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ. कभी इस प्रकार അത് करते വലിയ हैं, ദോഷം ചെയ്യും. वो भी दोष देता है। ഞാൻ കർത്താവ് ഞാൻ പറഞ്ഞത് മോശം കാര്യമൊന്നുമില്ലല്ലോ, ആർക്കും ഹട്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ. मैंने ക്രിസ്ത്യാനിയല്ലേ, कि ईसाई है, അവർ ക്രിസ്ത്യാനിയാ, പക്ഷെ അവരുടെ ജീവിതത്തിൽ ക്രൈസ്റ്റ് ഇല്ല. वो ईसाई है लेकिन उनके जीवन में मसीह नहीं है। ദൈവവൈതൽ നിരീശ്വരവാദിയാകത്തില്ല. कि परमेश्वर के बच्चे कभी भी निरीश्वरवादी नहीं बनेंगे। ക്രിസ്ത്യൻസ് ഉണ്ട്.
कुछ है जो एक्स ഞാൻ क्रिश्चियंस है। ഇന്നുവരെ ഒരു എക്സ് ചൈൽഡ് ഓഫ് ഗോഡിനെ കണ്ടിട്ടില്ല. मैं कभी भी एक एक्स परमेश्वर के बच्चों को नहीं देखा। नंबर ऑफ एक्स क्रिश्चियंस, मैंने बहुत सारे हेलो ईसाइयों को देखा है जो छोड़ के गए। अरे एक्स क्रिश्चियन मतलब पहले ईसाई था, अभी ईसाई नहीं है. हालेलुया, हालेलुया। മനസ്സിലാവുന്നുണ്ട്? कितने लोगों को समझ में आ रहा है? എക്സ് ക്രിസ്ത്യൻ. कोई बोलते हैं कि मैं पहले मसीह ईसाई था। പക്ഷെ ഞാൻ എക്സ് ചൈൽഡ് ഓഫ് ഗോഡിനെ അല്ല കാണുന്നത്. मैं कभी भी एक्स चाइल्ड ऑफ गॉड नहीं देखा है। ക്രിസ്ത്യൻ ആയിരുന്നു, पहले ईसाई था। അവർക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. उनको बहुत सवाल है। അപ്പൊ എന്താ നമ്മൾ ഇങ്ങനെ ആചരിക്കുന്നത്? पिता हम इस प्रकार क्यों करते हैं? അപ്പം പറഞ്ഞു മോനെ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. पिता ने बोला मुझे नहीं पता। ഹല്ലേലൂയ. പണ്ട് ഒരു സ്കൂളിൽ ഒരു സംഭവം നടന്നു പോലെ. एक स्कूल में घटना हुआ ആദ്യം രക്ഷകർത്താവ് പോയി ടീച്ചറിനോട് ചോദിച്ചു. कि माता पिता के टीचर को पूछा ടീച്ചർ പറഞ്ഞു ക്ലാസ് ടീച്ചറിനോട് ചോദിക്കാന്ന് പറഞ്ഞു. कि टीचर वाला क्लास टीचर को पूछो। ക്ലാസ് ടീച്ചർ പറഞ്ഞു ഹല്ലേലൂയ നമുക്ക് എന്ത് ചെയ്യാം, ഹല്ലേലൂയ ഹെഡ് മാസ്റ്ററോട് ചോദിക്കാം. क्लास टीचर बोला हेडमास्टर को पूछेंगे। കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. आपको कहानी पता കഥ है? കൂടെ പറഞ്ഞാൽ പോയാൽ പിന്നെ നിങ്ങൾ ഇവിടെ പാസ്റ്റർ ഇന്ന് മുഴുവൻ തമാശയാണ് പറയുന്നത്. അതുകൊണ്ട് കഥയിലോട്ട് പോകുന്നില്ല. मैं कहानी में नहीं जाऊंगा। അപ്പനോട് ചോദിച്ചു അപ്പ ഇതിന്റെ മീനിങ് എന്താ? पिता को पूछा पिता इसका अर्थ क्या है? അപ്പൊ പറഞ്ഞു നമുക്ക് പള്ളിയിലെ വല്ല നല്ലവണ്ണം അറിയാവുന്നവരോട് ചോദിക്കാന്ന് ചോദിച്ചു. पिता ने बोला हमें कलीसिया चर्च में कोई अच्छे जानकार അവിടെ को पूछते ചെന്നപ്പോൾ हैं। നമുക്ക് ഡീക്കനോട് ചോദിക്കാന്ന് പറഞ്ഞു. तो वो बोला हम डीकन से बात करेंगे। ഡീക്കനോട് ചോദിച്ചു പറഞ്ഞു നമുക്ക് അച്ഛനോട് ചോദിക്കാന്ന് പറഞ്ഞു. कि डीकन बोला मैं किसी और से बात करेंगे। അച്ഛനോട് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് മെത്രാനോട് ചോദിക്കാന്ന് പറഞ്ഞു. कि जब पादरी को पूछा पादरी बोलते किसी और को ഇനി ആരോടാ पूछेगा। ചോദിക്കുന്നത്? अभी किसको पूछेगा? ഈ പുള്ളി എക്സ് ക്രിസ്ത്യനായി. ये व्यक्ति है एक्स मसीह बना। കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകണമെന്ന് ഈ വേദവചനം പഠിപ്പിക്കുന്നു. ये वचन हमें सिखाता है हमारे बच्चे जो सवाल पूछते हैं उसका उत्तर हमारे पास മക്കളോട് होना പറഞ്ഞു चाहिए। കൊടുക്കണം. बच्चों को बता के തലമുറ देने के लिए, തലമുറ പറഞ്ഞു കൊടുക്കണം. पीढ़ी पर पीढ़ी बताने പറഞ്ഞു के लिए കൊടുക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ പോരാ. कुछ भी नहीं कह के देना है। റീസണബിൾ ആകണം, Amen, amen. റീസണിംഗിൽ ഉള്ളതാകണം. ഹല്ലേലൂയ. അത് उसमें- ജെനുവൻ ആകണം, അത് സത്യമാകണം. कुछ भी नहीं बता के देना, जो बता के देने में उसमें हकीकत होना चाहिए, समझने वाले होना चाहिए और सोच सकते वैसा होना हो। ദൈവവചനം എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ परमेश्वर का वचन जो भी सिखाता है, അതെല്ലാം സത്യമായതാണ്. आमेन, हाले वो सब അത് सच्चाई है, വിശ്വാസ യോഗ്യമാണ്. वो विश्वास योग्य അങ്ങനെ है, വേദവചനം പറയുന്നത്. वैसा वचन എല്ലാ कहता है തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ് അല്ലേ? कि हर एक परमेश्वर का वचन जो है विश्वास योग्य है, അത് വിശ്വാസ യോഗ്യമാണ്. वो विश्वास योग्य है। വിശ്വാസ യോഗ്യം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നതാ. उसका अर्थ है विश्वास कर सकता है। ठीक है? ഹല്ലേലൂയ. മക്കളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. बच्चों से बच्चों के बच्चों से कह के ദൈവം देना है। നടത്തിയ വിധങ്ങളെ പറഞ്ഞു കൊടുക്കണം. परमेश्वर कैसे चलाया वो बताना है। ഈ പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ जब एक्सोडस हम जब पढ़ता है അതിന്റെ 13-ാം അധ്യായം പഠിക്കുമ്പോൾ उसका 13वां इसमें ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോശ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആചാരമാണ് പെസഹ. कि अगर मेरी याददाश्त सही है तो मूसा ने पहला जो इंट्रोड्यूस किया हुआ एक रिवाज है पैसओवर। പരിച്ഛേദന അതിനു മുമ്പ് തന്നെയുണ്ട്. कि सर्कमसिशन से पहले ही അബ്രഹാമിന്റെ കാലത്ത്. अब्राहम के काल പക്ഷെ में പരിച്ഛേദന ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ള ഒരു കഷ്ടമായിരുന്നില്ല. कि सर्कमसिशन जो है सिर्फ इस्राएल के लिए नहीं था, അബ്രഹാമിന്റെ മക്കളാകുന്ന ഇസ്മായിലിനും അത് തന്നെ ചെയ്തു. कि अब्राहम के बच्चा इस्माइल ने भी किया, പിന്നെ യാക്കോബിന്റെ സഹോദരൻ ഏശാവ് ഇവരെല്ലാം പരിച്ഛേദനയേറ്റു. याकूब उसका भाई यशा सब ने किया So, है। ആ കാലത്ത് നമ്പർ ഓഫ് പീപ്പിൾ ഗ്രൂപ്പ്സ് അവര് ഈ പരിച്ഛേദന ഏൽക്കുന്നവരാണ്. उस समय बहुत सारे लोग किया करते പക്ഷേ थे। ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ ഒരു അനുഷ്ഠാനം എന്ന് പറയുന്നത് പെസഹയാണ്. कि इसराइलियों के लिए जो शुरुआत किया पहला है वो पेशा। ഈ പെസഹയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ये पैसोवर के ऊपर जो इंस्ट्रक्शंस देता है, പുറപ്പാട് പുസ്തകം 12-ലും 13-ലും ഒക്കെ എന്താ എഴുതുന്നതെന്ന് അറിയാമോ? एक्सोडस 12-13 में क्या लिखता है? ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ, ये जब तुम करते हैं, നിങ്ങളൊരു പെസഹ കുഞ്ഞാടിനെ എടുത്ത് അറക്കുമ്പോൾ आप जब एक पैसोवर लैम को जब നിങ്ങളുടെ काटते हैं, മക്കൾ ചോദിക്കും ഇത് എന്താ അപ്പാ? आपके बच्चे पूछेंगे क्या है पिता, കാണിക്കുന്നത്? आपको पूछेंगे क्या कर रहे ഒരു हैं, ഉത്തരമുണ്ടാകണം. आपको एक उत्तर होना चाहिए। എന്താണ് ഉത്തരം? क्या है उत्तर? നിങ്ങളുടെ പിതാക്കന്മാർ പണ്ട് അടിമഗ്രഹത്തിലായിരുന്നു. कि आपके पिता लोग पहले गुलाम थे। അവിടുന്ന് ദൈവം എങ്ങനെ തലമുറയെ നമ്മളെ പുറത്തു കൊണ്ടുവന്നെന്ന് അറിയാമോ? कैसे वहां से परमेश्वर हम पीढ़ी को बाहर ले आया, ഉണ്ടായൊരു സംഭവമുണ്ട്. कि तभी हुआ एक घटना है। അന്ന് സംഹാരദൂതൻ കടന്നുപോയപ്പോൾ तब एक संहार दूत जब चला, അറക്കപ്പെട്ട പെസഹ കുഞ്ഞാടിന്റെ രക്തമാണ് നമ്മെ വിടുവിച്ചത്. तो एक काटा हुआ मेमने का लहू है जो हमें बचाया। അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. वो क्या करना है तुम्हें बच्चों से कहना है। ഹല്ലേലൂയ. ഈ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ
एक्सोडस 12 का 26। ഈ കർമ്മം എന്തെന്ന് ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കും. ये क्या है तुम्हारे बच्चे तुमसे पूछेंगे। ചോദിക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു റീസണബിൾ ആയിട്ടുള്ള ഉത്തരം വേണം. तब पूछते समय बताने के लिए एक मतलब होना चाहिए। നമ്മുടെ പെന്തക്കോസ്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്? हम पेंटिकोस्ट के लिए क्या क्या रीति रिवाज है? ഹലോ, എന്തൊക്കെയുണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞു തന്നാട്ടെ എനിക്ക്. आप जरा बताइए मुझे। സ്നാനം, കർത്തൃമേശ ശുശ്രൂഷ, ഈ രണ്ടെണ്ണമേ ഉള്ളൂ അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വേദപുസ്തക പ്രകാരം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്, സ്നാനവും തിരുമേശ ശുശ്രൂഷയും. पेंटिकोस्ट में हम क्या करते हैं? बपतिस्मा और प्रभु भोज, यही दो है हम जो पालते हैं। നമ്മൾ തിരുമേശ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ हम जब प्रभु भोज का जब सेवकाई में रहते നമ്മളെ हैं, മക്കൾ ചോദിക്കും ഇത് എന്താന്ന് ചോദിച്ചാൽ हमारे बच्चे पूछेगा क्या है। നമുക്ക് ക്ലിയർലി വേദോസത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ചരിത്രമുണ്ട്, വാക്യങ്ങളുണ്ട്. हमें साफ साफ बताने के लिए वचन में उसका आयत है, एक इतिहास है। സ്നാനം എന്താന്ന് ചോദിച്ചാൽ बपतिस्मा क्या है पूछेंगे ഒരു വാക്യമൊന്നുമല്ല, വേദോസം നിറച്ച വാക്യമാണ്. कि एक आयत नहीं, वचन पूरा आयत से भरा है। ഉത്തരമില്ലേ? हमें उत्तर है, ക്ലിയർ ആൻസർ ഇല്ലേ? क्लियर आंसर है। ഇത് രണ്ടുമേ നമുക്കുള്ളൂ. ये दो ही हमारे लिए। കാരണം ഇതിൽ എക്സ്ട്രാ ആയിട്ടുള്ളതിനൊന്നും വേദോസത്തിൽ വാക്യവും വചനവും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ആൻസറും ഇല്ല. इस एक्स्ट्रा में हमारे पास कुछ भी नहीं है जिसमें हम कुछ उत्तर दे सके। ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? आज की जो है क्रिश्चियनिटी का समस्या, ഇന്നത്തെ നാമധേയ ക്രൈസ്തവ സഭകളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? आज के जो नामदारी जो ईसाइयों का, അവര് പിന്നീട് വേദോസത്തിൽ ഇല്ലാത്ത ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുവന്നു. उन्होंने जो बाइबल में ऐसे बहुत सारे रीति रिवाज ले आया। മക്കൾ ചോദിച്ചു അപ്പ ഇതിന്റെ അർത്ഥം എന്താ? बच्चों ने पूछा पिता इसका अर्थ क्या है? അപ്പം പറഞ്ഞു നമുക്ക് കപ്പ്യാരോട് ചോദിക്കാം. कि पिता ने बोला मैं किसी को पूछता है। കപ്പ്യാര് പറഞ്ഞു അച്ഛനോട് ചോദിക്കാം. वो बोलते हम पादरी को അച്ഛൻ पूछेंगे। പറഞ്ഞു ബിഷപ്പിനോട് ചോദിക്കാം. पादरी बोलते बिशप से അങ്ങനെ पूछेंगे। മേളോട്ട് ചോദ്യം ഇങ്ങനെ കയറ്റി വിട്ടോണ്ടിരിക്കുക. और जो भी सवाल है ऊपर और भेजते हैं। ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വരുമ്പോൾ जब सवालों को जवाब नहीं देते നമ്മുടെ हैं, കുഞ്ഞുങ്ങൾ എക്സ് ക്രിസ്ത്യനായി മാറും. हमारे बच्चे क्या हो जाते हैं? एक्स मसीह बन जाते പക്ഷെ हैं। നമുക്ക് ഉത്തരമുണ്ട്. अगर हमें उत्तर है, അതുകൊണ്ടാണ് പെന്തക്കോസ്ത് സഭകൾ ഇത്ര കൃത്യമായിട്ട് പറയുന്നത് വേദോസത്തിൽ ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് വേണ്ടെന്ന് പറയുന്നത്. इसके लिए पेंटिकोस्ट की कलीसिया बोलते हैं जो वचन में नहीं है वैसा कोई भी चीज हमें नहीं चाहिए। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾക്കറിയാമോ, മക്കൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. क्या आपको पता है जब बच्चे सवाल करेंगे उन्हें बता के ഞാൻ देना है। എന്തൊക്കെയാ പറഞ്ഞത്? क्या क्या? മക്കളെ ഉപദേശിക്കണം. बच्चों को सलाह देना है। ഉപദേശിക്കണമെങ്കിൽ മാതൃകയായിരിക്കണം. अगर सलाह देना है तो हमें एक आदर्श होना चाहिए। പിതാക്കന്മാരുടെ കാലത്ത് നടന്നത് പറഞ്ഞു കൊടുക്കണം. कि पूर्वजों के जमाने में जो हुआ वो बता के देना है। പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ പ്രവൃത്തി പിതാക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. अगर बता के देना है तो वो कार्य पिताओं के जीवन में होना चाहिए। മൂന്നാമത് പറഞ്ഞത് तीसरा जो बात है, ഹല്ലേലൂയ, അവരുടെ ചോദ്യങ്ങൾക്ക് യുക്തിസഹമാകുന്ന മറുപടി വേദപുസ്തകത്തിൽ നിന്ന് കൊടുക്കുവാൻ നാം തയ്യാറാകണം. उनके सवालों को जो समझ सकते ले सकते वैसा हमें जवाब वचन से എങ്കിൽ देना है। മാത്രമേ വിശ്വാസത്തിൽ അടിസ്ഥാനമുറച്ച ഒരു സ്ട്രോങ് ജനറേഷനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. तभी हम विश्वास में एक पक्का पीढ़ी को हम बना सकते हैं। ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും दुनिया के कोई भी जगह पे क्यों ना हो, ചലഞ്ചസ് ഏകദേശം ഒരുപോലെയാണ്. कि चुनौती एक समान ചില है। രാജ്യങ്ങളിൽ കൂടുതലുണ്ട്. कुछ राज्य में ज्यादा है। അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പാർക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം वैसे राज्य में रहने वाले बच्चों के लिए അവർ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്താൽ वो ये चीजें ध्यान से करें, അവരുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. उनके बच्चे कभी नष्ट नहीं होगा, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. कभी नष्ट नहीं होगा। ചെറിയ പ്രായം മുതലേ ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ ഒന്ന് പരിശീലിപ്പിച്ചു കൊണ്ടുവന്നിട്ട് अब बचपन से बच्चों को इस प्रकार जरा बड़ा करो। ദൈവം എന്ന് പറയുന്നത്, ദൈവം എന്ന് परमेश्वर जो कहता है അവർക്കൊരു കഥയാകാതെ, उनके लिए कहानी ना हो के, പറഞ്ഞു കൊടുത്തൊരു അറിവാകാതെ, कि बता के दिया एक ज्ञान ना हो के, നിത്യജീവിതത്തിൽ അവരുടെ വീട്ടിൽ അവർ അനുഭവിക്കുന്ന വ്യക്തിയായി മാറുമ്പോൾ कि आनंद जीवन जो है उनके घर में अनुभव करने वाला एक अनुभव बनेगा। ദൈവം വീട്ടിലോട്ടത് കുഞ്ഞുങ്ങൾക്ക് ഉറപ്പാ. कि परमेश्वर घर में है बल्कि उनको पक्का है, കാരണം അപ്പനും അമ്മയും ആ ബോധ്യത്തോടെ ജീവിക്കുന്നത്. कि माता पिता वो उस होश में जीते हैं അപ്പന്റെ അമ്മയുടെ ഇടപെടൽ കണ്ടാൽ അറിയാൻ ദൈവം അവിടെ ഉണ്ടെന്ന്. कि माता पिता का जो बिहेवियर से पता चलते परमेश्वर है। കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴേ അവൻ പറയും എന്റെ വീട്ടിൽ ദൈവം ഉണ്ട്. आमेन हालेलुया। बचपन से वो बोलेगा मेरे घर में परमेश्वर ദൈവം है। ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് അവന് സയന്റിഫിക് ടെസ്റ്റ് ഒന്നും ആവശ്യമില്ല. कि परमेश्वर है कि नहीं करके उसको साइंटिफिक प्रूफ नहीं चाहिए। ചൈൽഡ്ഹുഡ് മുതലേ അവൻ എക്സ്പീരിയൻസ് ചെയ്യുക ദൈവം ആ आमेन आमेन വീട്ടിലുണ്ട്. हालेलुया। वो बचपन से महसूस कर रहे परमेश्वर है। ഹലോ,
അവൻ വളർന്നു വന്നു കഴിയുമ്പോൾ और जब बड़ा होगा ആ ദൈവം അവന്റെ ഒരു തോന്നലല്ല, അറിവല്ല, അവന്റെ അപ്പന്റെ ദൈവം അവന്റെ ദൈവമായി മാറും. वो परमेश्वर उसके लिए ज्ञान या फिर एक ज्ञान नहीं रहेगा, लेकिन वो उसका पिता का परमेश्वर उसका एक अनुभव रहेगा. ഹല്ലേലൂയ. മുംബൈ പട്ടണം പോലെയുള്ള പട്ടണത്തിൽ ജീവിക്കുന്നവർ, जब मुंबई शहर जैसे शहर में जो रहते हैं, തലമുറകളെ നശിപ്പിക്കാൻ ഒത്തിരി ചതിക്കുഴികളുള്ള ഒരു പട്ടണത്തിൽ ജീവിക്കുന്നവർ, पीढ़ियों को नाश करने के लिए बहुत सारा धोखा से भरा हुआ एक शहर है ഒരു ये. ചർച്ചിൽ ഒരിക്കൽ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുമ്പോൾ कि एक कलीसिया में सेवकाई के लिए जब जा रहा था, ഹല്ലേലൂയ, ആ യാത്രയിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് उस यात्रा में ഞാനൊരു വിഷൻ കണ്ടു. मैंने एक दर्शन ആ देखा. ഒരു വിഷൻ ഒരു നല്ല ഹൈവേ ആണ്. वो दर्शन अच्छा हाईवे ആ था. ഹൈവേയിൽ ഒത്തിരി പോർട്ട് ഹോൾസ്. उस हाईवे में बहुत सारे गड्ढे थे. അതൊന്നും ഭയങ്കര ഡീപ്പാണ്. वो बहुत गहरा था. വളരെ സ്പീഡിൽ വരുന്ന വണ്ടി അതിനകത്ത് വീഴും. बहुत रफ्तार से आने वाली गाड़ी उसमें गिरेगा. അപകടം സംഭവിക്കും. അത്രയ്ക്ക് വലിയ പോർട്ട് ഹോൾസ്. उसमें दुर्घटना होगा उतना बड़ा. കർത്താവിന് സ്തോത്രം ചെയ്യും. परमेश्वर धन्यवाद देता हूँ ആ ചെല്ലുന്ന ചർച്ചിൽ ദൈവം തന്ന മെസ്സേജ് ആണ്. कि उस चर्च में दिया हुआ संदेश था. वो ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു ചർച്ച്. बहुत नौजवान से भरा हुआ था. ആ ചർച്ചിൽ ഞാൻ പറഞ്ഞു, ചെറുപ്പക്കാരെ, ഹല്ലേലൂയ, നിങ്ങൾ ജീവിക്കുന്ന ലോകത്ത് ഒത്തിരി പോർട്ട് ഹോൾസ് ഉള്ള ഒരു ഹൈവേയിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. मैंने कहा नौजवानों, आप जिस शहर में रहते हो वहाँ बहुत सारे गड्ढों से भरा हुआ रास्ता है. പോർട്ട് ഹോൾ എന്ന് പറയുമ്പോൾ ചതിക്കുഴി എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലേ. कि गड्ढों को हम धोखे की गड्ढा कह सकता है. നല്ല സ്പീഡ്, നല്ല റോഡാകുമ്പോൾ നല്ല സ്പീഡിൽ ആളുകൾ ഹൈവേ വണ്ടി ഓടിക്കും. कि अगर अच्छा रोड है तो रफ्तार में लोग चलाएंगे. പെട്ടെന്ന് ഒരു കുഴി കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? जल्दी से गड्ढा देखे तो क्या करेंगे? ചാടുവല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല. हम क्या करेंगे उस गड्ढे में से ഹൈവേയിലൊക്കെ ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി വന്ന് കുഴിക്കകത്ത് ചാടും. कि हाईवे में जब गाड़ी चले तो गाड़ी कभी गड्ढे में गिरता है. അപ്പൊ എന്റെ പിൻസീറ്റർ അല്ല, സൈഡ് സീറ്റ് ഡ്രൈവർ സാൻഡിയാണ്. कि पास के साइड में सैंडी सिस्टम बैठते हैं. നോക്കാതാണ് ഓടിക്കുന്നത്. सैंडी सिस्टम बिना देखे चलाते हैं. ഒരു രക്ഷയുമില്ല. बोलते कोई दूसरा रास्ता नहीं था. ഓടിച്ചാലോ അല്ലേ വണ്ടി ഓടിക്കുന്നവർക്കറിയാം. कितना भी देख के चला है. സൈഡിൽ ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ മതി, നോക്കാതെ ഓടി. സത്യം പറഞ്ഞാൽ ഇത്ര സ്പീഡിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ഹോള് കണ്ടാൽ പിടിച്ചാൽ നിൽക്കത്തില്ല, ചാടുക. അത്രേ ഉള്ളു രക്ഷ. കിട്ടിയാ കിട്ടി. रफ्तार से जब आते तो गड्ढे सामने आते कुछ नहीं कर सकते, उसमें से ही निकालना पड़ता है. ശരിയല്ല ഞാൻ പറയുന്നത്. सही है कि नहीं? ഹല്ലേലൂയ. ചതിക്കുഴികൾ, जो धोखे की മക്കളെ, ജീവിതത്തിൽ ഒത്തിരി ചതിക്കുഴികൾ മുമ്പിലുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങൾ മറക്കരുത്. बच्चों, आपको भूलना नहीं, जीवन में आगे बहुत सारे धोखे की गड्ढे हैं. നമ്മളിങ്ങനെ പഴഞ്ചൊല്ല് പറയത്തില്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല. हम इस प्रकार कहते हैं, जो भी चमकता वो हीरा नहीं होता Everything है. which glittered is not golden, അല്ലേ? कि जो भी चमकता वो हीरा नहीं होता. തിളങ്ങുന്നതെല്ലാം സ്വർണ്ണമല്ല. जो भी चमकता वो हीरा नहीं होता. ഡ്യൂപ്ലിക്കേറ്റ് ഒത്തിരി ഉണ്ട് കേട്ടോ. डुप्लीकेट बहुत है. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില ചോദ്യങ്ങൾ വരുമ്പോൾ, इसके लिए आपके जीवन में जब कुछ सवाल आता है, ചില പ്രലോഭനങ്ങൾ വരുമ്പോൾ, कुछ जब टेम्पटेशंस നിങ്ങൾ आता है, ആത്മാവിൽ വിവേചിച്ചില്ലെങ്കിൽ आपको आत्मा में उसको ചിലപ്പോൾ परखना है. ചതിക്കുഴി വീണു പോകും കേട്ടോ. कभी हम धोखे में അയ്യോ, ना गिर जाए. നമ്മുടെ എത്ര കുഞ്ഞുങ്ങളെ ആ ചതിക്കുഴിയിൽ സാത്താൻ വീഴ്ത്തി കഴിഞ്ഞെന്ന് हमारे कितने बच्चों को सातान ने धोखे में നിങ്ങളിൽ डाला. ആർക്കും അത് പറ്റരുത്. आप में से किसी को वैसा Everything नहीं which होना है. glitter is not gold. जो भी चमकता वो हीरा नहीं होता. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വചനത്തിന്റെ ആ ഒരു ഉരകല്ലെന്ന് പറയും. എന്താ അതിനെ പറയുന്നത്? ആ ഉരയ്ക്കുന്ന കല്ലല്ലേ, അതിൽ വെച്ച് ഉരച്ചെങ്കിലേ അറിയത്തുള്ളൂ ഇത് കറക്റ്റ് ആണോ റിയൽ ആണോ എന്നുള്ളത്. सोने को जैसे पत्थर में घस के पता चलते हो सच्चा है या झूठा, उसी प्रकार സ്വർണം എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുന്നത്? सोने को कैसे परखा जाता है? കല്ല് വെച്ച് ഇങ്ങനെ ഉരയ്ക്കും. एक पत्थर में घसता है. ഗോൾഡിന്റെ ഫീൽഡിൽ പണിയുന്നവർ നമുക്ക് പലരും ഉണ്ട് ഇവിടെ. यहाँ बहुत सारे लोग हैं जो गोल्ड में काम करते हैं. ഉരയ്ക്കുമ്പോൾ സ്വർണം പൂശിയതാണെങ്കിൽ, अगर जब घसते समय अगर सोने का चढ़ाया हुआ है तो ഹല്ലേലൂയ, അകത്തെ ചെമ്പ് തെളിയും. कि अंदर का जो है वो बाहर आता है. ആ ആള് ചെമ്പ് തെളിയാന്ന് പറയുന്നത് അല്ലേ. ചെമ്പ് തെളിയും. അപ്പൊ മനസ്സിലായി ഇത് ചെമ്പായിരുന്നു, അകത്ത് സാധനമല്ല, വേറെയാണ്. तब जाके पता चल गया सोना नहीं कुछ और है. നിങ്ങൾ വിശ്വാസത്തിന്റെ വചനത്തിന്റെ ഉരകല്ലിൽ വെച്ച് നന്നായിട്ട് ഉരച്ചു മാത്രമേ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. आपको विश्वास में कि वचन के जो पत्थर में बराबर घस के ही आपको निर्णय लेना है. എല്ലാം നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതല്ല. आमीन आमीन. हाले हर एक चीज हम स्वीकार नहीं कर सकते. കാണാൻ നല്ലതായിരിക്കാം, देखने के लिए अच्छा होगा. ഹവ്വയ്ക്ക് പറ്റിയതുപോലെ. हवा को जैसे हुआ ഹവ്വയ്ക്ക് സാത്താൻ കൊടുത്ത ഓഫർ അല്ലെങ്കിൽ പാമ്പ് കൊടുത്ത ഓഫർ कि सातान ने या सांप ने जो दिया ऑफर, നല്ലതാണ്, देखने के लिए अच्छा है, തിന്മാൻ നല്ലതാണ്, खाने के लिए अच्छा है. ഹല്ലേലൂയ. പ്രതാപം അല്ലേ. ഹല്ലേലൂയ. ഇതെല്ലാം നല്ലതാണെന്നാ പറഞ്ഞത്. बोलते ये सब अच्छा है. അപ്പൊ നമുക്കിത് കാണാൻ ഭയങ്കര ഭംഗിയാ. तो हमें देखने के लिए बहुत अच्छा है. കൺമോഹം, कि आंखों से, ജഡമോഹം, शरीर का, ജീവനത്തിന്റെ പ്രതാപം, जीवन का जो प्रताप, ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, इसकी जो बातें हमारे जीवन में आता है, വേദപുസ്തക പ്രകാരം ആത്മാവിൽ അതിനെ ശോധന ചെയ്ത് നിന്നില്ല എങ്കിൽ ചതിക്കുഴിയിൽ വീണു പോകും.
अगर हम वचन से उसको परखेगा नहीं तो हम गड्ढे में धोखे ഞാനിങ്ങനെ गड्ढे വളരെ में गिरेंगे। ശാന്തമായിട്ട് ഇന്ന് വചനം എടുക്കുമ്പോൾ आज मैं बहुत शांति से जो वचन ले रहे हैं, പേഴ്സണലി പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചിലരോട് സംസാരിക്കുക. व्यक्तिगत तौर पे पवित्र आत्मा आपसे बातें कर रहे हैं। ചതിക്കുഴിയിൽ വീഴല്ലേ. जो धोखे में नहीं गिरना है। കഴിഞ്ഞ ദിവസം ഞാൻ കുനാൽ ബ്രദറിനോട് പറഞ്ഞൊരു കാര്യമാണ്. पिछले दिनों कुणाल ब्रदर से कहा था ലിവ് എ ലൈഫ് ഓഫ് ഡാനിയേൽ. कि एक दानियल के समान एक जीवन കാരണം जीना। അദ്ദേഹം വലിയൊരു സെലിബ്രിറ്റിയുടെ ഓഫീസിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. अभी बहुत बड़े सेलिब्रिटी के ऑफिस में काम करते हैं। എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു പാസ്റ്റർ എന്നെ പാർട്ടി ഉണ്ട് ഇന്ന് പോയിട്ട് പാർട്ടിക്ക് വിളിച്ചെന്ന് പറഞ്ഞു. कि बोला कि पार्टी है, मुझे पार्टी के लिए बुलाया। ഞാൻ പറഞ്ഞു ലിവ് എ ലൈഫ് ഓഫ് ഡാനിയേൽ. बोला कि एक दानियल का जीवन അപ്പൊ जीना। എന്നോട് കുനാൽ ബ്രദർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു ദാനിയേലിന്റെ പുസ്തകം ശരിക്കും പഠിക്കാൻ പറഞ്ഞു. यो परमेश्वर ने कुणाल ने पासवान से कहा कि परमेश्वर ने कहा कि दानियल का किताब अच्छी तरह से അദ്ദേഹത്തോട് पढ़ना। ദൈവം പറഞ്ഞു ദാനിയേലിന്റെ പുസ്തകം പഠിക്കാൻ. कि परमेश्वर उनसे कहा कि दानियल का किताब पढ़। അദ്ദേഹത്തിന്റെ പാസ്റ്ററോട് ദൈവം പറഞ്ഞു അദ്ദേഹത്തോട് പറയാൻ ദാനിയേലിന്റെ ജീവിതം നയിക്കാൻ. और उनके पासवान से परमेश्वर ने उनको बोल के दानियल के जैसा जी। കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ അല്ലേ. ऐसे अवस्था में इससे इस प्रकार जीना है। ദാനിയേൽ എടുത്ത തീരുമാനം എന്താ? दानियल का निर्णय क्या था? I will not defile myself. मैं अपने आप को अशुद्ध नहीं करूंगा। അതുകൊണ്ട് എന്താ തല പോയോ? क्या उसका सिर गया? അവൻ പറഞ്ഞു എന്ത് സംഭവിച്ചാലും उसने कुछ भी हो जाए, Hallelujah, I will not defile myself. मैं अपने आप को अशुद्ध नहीं करूंगा। നിങ്ങളൊരു തീരുമാനമെടുക്കുക. I will not defile myself. आप एक निर्णय लो, मैं अपने आप को अशुद्ध नहीं करूंगा। ഞാനൊരു ദൈവ പൈതൽ. I am a child of God. मैं एक परमेश्वर का बच्चा हूँ। My body is the temple of God. आमीन, हालेलुया। मेरा शरीर जो है परमेश्वर का मंदिर है। ദൈവത്തിന്റെ ആത്മാവെന്നിൽ വസിക്കുന്നത്. परमेश्वर का आत्मा मुझ में वास അതുകൊണ്ട് എന്റെ करता है। ശരീരത്തെ ഈ ടെമ്പിളിനെ ഞാൻ ഡിഫൈൽ ചെയ്യത്തില്ല. इसके लिए मेरे शरीर को, इस मंदिर को मैं अशुद्ध नहीं करूंगा। നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ടെമ്പിൾ ആണെങ്കിൽ എത്ര അധികം ഇതിനെ സൂക്ഷിക്കണം എന്നറിയാമോ? हमारा शरीर अगर परमेश्वर का मंदिर है तो इसमें कितना संभालना है ഈ इसे। ശരീരത്തിൽ അതുകൊണ്ട് തന്നെയാണ് വേദോസം പറയുന്ന ആവശ്യമില്ലാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യരുതെന്ന്. इसके लिए परमेश्वर का वचन कहते हैं शरीर में बुरा कुछ चीजें करना അതുകൊണ്ടാണ് नहीं है। നമ്മൾ മദ്യപാനത്തെ എതിർക്കുന്നത്. इसके लिए हम शराब को ठुकराते അതുകൊണ്ടാണ് हैं। പുകവലിയെ എതിർക്കുന്നത്. इसके लिए हमें बोलते हैं सिगरेट नहीं पीना है। അതുകൊണ്ടാണ് നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ എതിർക്കുന്നത്. इसके लिए हम ड्रग्स को विरोध करते हैं, ഹല്ലേലൂയ. കാരണം ഇത് ശരീരത്തെ തകർക്കുന്നത്. क्योंकि शरीर को नाश करता ശരിയല്ലേ है। ഞാൻ പറയുന്നത്? सही है कि नहीं? ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. शरीर जो है परमेश्वर का അതുകൊണ്ടാണ് मंदिर ബോഡി है। പിയേഴ്സിങ്ങിനെ നമ്മൾ എതിർക്കുന്നത്. इसके लिए जो शरीरों को जो गड्ढे छेद डालते हैं, डालते हैं। छेद डालते हैं, उसको ചിലരൊക്കെ हम അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നറിയാം, പിന്നെ ഇത് ചെയ്യും, പിയേഴ്സ് ചെയ്യും. कुछ लोग इधर उधर सब छेद डालते हैं शरीर में। വിചിത്രമായ രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. एक हट के जीवन जीता है, അവർക്ക് അവരുടെ ലൈഫ് നയിക്കാം. वो अपने जीवन जी सकते हैं। നമുക്ക് അവരോട് പറയാൻ അവകാശമില്ല ദൈവവചനം എങ്ങനെ, കാരണം അവർ ദൈവവചനത്തിന് അനുസരിക്കുന്നവരല്ല. പിന്നെ നമ്മൾ പറയുന്നത് हम उसे नहीं कहते परमेश्वर के वचन में, क्योंकि वो പക്ഷേ परमेश्वर वचन നമുക്കത് समझते हैं। ചെയ്യാൻ പറ്റത്തില്ല. लेकिन हम वो नहीं कर കാരണം सकते our body is the temple of God. कि हमारा शरीर जो है Child, you परमेश्वर का should not मंदिर है। defile the temple of God. एक परमेश्वर का बच्चा अपना परमेश्वर का मंदिर को अशुद्ध नहीं करना है। ചതിക്കുഴികൾ ഒത്തിരിയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. धोखे का गड्ढे वाले दुनिया में हम जीते हैं। പ്രായമുള്ളവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും नौजवान हो या बुजुर्ग हो, നമ്മുടെ ഓട്ടത്തിൽ നമ്മൾ നോക്കിക്കോണം കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത് വലിയ സ്പീഡ് കൂട്ടി ഓടിയിട്ടും കാര്യമൊന്നുമില്ല, വീഴാതിരിക്കണം. हमें हमारा दौड़ में हमें स्थिर रहना है। इसके में हम बार बार कहते हैं रफ्तार से जाने से कोई काम नहीं है। ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാം? यहाँ क्या हुआ? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് മക്കളോടും മക്കളുടെ മക്കളോടും ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. यहाँ भजन संहिता बोलते हैं बच्चों से बच्चों को भी कह के എന്നിട്ടൊരു देना। പാഠം പറഞ്ഞു തരികയാ. यहाँ एक हमें सीख बताता है എഫ്രൈമിന് എന്താ പറ്റിയതെന്ന്. एफ्रीम को क्या हुआ। ഇനി ഈ സങ്കീർത്തനത്തിനകത്തൊരു പ്രധാന തീമാണ്. इस वजन संहिता की खास थीम है എഫ്രൈം തള്ളപ്പെട്ടു. कि एफ्रीम को त्यागा गया। പഠിക്കേണ്ട വലിയൊരു സബ്ജക്റ്റാണ്. ये सीखने वाला बहुत बड़ा विषय है। എഫ്രൈം തള്ളപ്പെട്ടു. एफ्रीम जो है उसको त्यागा गया। എഫ്രൈമിന്റെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. एफ्रीम का जो हक है वो नष्ट हुआ। എഫ്രൈമിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. एफ्रीम का जो आशीष है वो नष्ट हुआ। അങ്ങനെ ഉള്ളവനല്ല എഫ്രൈം. ऐसा व्यक्ति नहीं है एफ्रीम। സത്യത്തിൽ എഫ്രൈമിനെ കർത്താപ്പച്ചന് എന്തൊരു ഇഷ്ടമായിരുന്നെന്ന് അറിയാമോ? हकीकत है एफ्रीम को परमेश्वर कितना पसंद करता था। വേദോസത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ എനിക്ക് വേഗത്തിൽ നിന്ന് വായിച്ച് സഹായിക്കുകയാണെങ്കിൽ നല്ലതാണ്. वचन की कुछ आयतें जल्द से पढ़ के सहायता ഹോശേയ करना। 11:9 ഒന്ന് വായിച്ചാട്ട്. होशिया 11 का 9. 9। അത് വായിക്കുന്നതിന് മുമ്പ് സങ്കീർത്തനത്തിലെ ആ വാക്യം ഒന്ന് വായിക്കാം അല്ലേ? എങ്കിൽ മാത്രം നമ്മൾ ഈ പറയുന്ന വാക്യങ്ങൾ കണക്ട് ആകത്തുള്ളൂ. സങ്കീർത്തനം നമ്മളിപ്പോൾ വായിച്ച സങ്കീർത്തനം 78 സങ്കീർത്തനത്തിന്റെ 9 മുതൽ ഒന്ന് വായിച്ചാട്ട്. नहीं भजन संहिता 78 का 9 पढ़ा है ना. जो हथियार पहना हुआ एफ्राइमियों युद्ध का दिन में पीछे मुड़ के ना तो हल लिया
भागा उन्होंने, उसके आगे पढ़ लीजिए क्यों भागा? क्योंकि उन्होंने परमेश्वर का विधियों का पालना नहीं किया, उनका वचन को त्याग दिया। उन्होंने कौन? एफ्रेम ने परमेश्वर का कामों को और उन्होंने किया वो चमत्कारों को भूल गया। ओके, हेलो, എല്ലാവരും കേൾക്കുന്നുണ്ടോ? सभी लोग सुन रहे? ഇവിടെ മക്കളോടും മക്കളോടും ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കണം, ദൈവത്തെ അവർ മറക്കല്ലെന്ന് പറഞ്ഞിട്ട്. यहाँ बच्चों को कहता है कि परमेश्वर को भूलना नहीं है कि വേഗത്തിൽ പറയുകയാ, जल्दी से कहता है। എഫ്രൈം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു കേട്ടോ, एफ्रेम बहुत सामर्थशाली था, വില്ലാളികളായിരുന്നു, एक शूरवीर था। പക്ഷെ യുദ്ധ ദിവസത്തിൽ അവർ പുറം തിരിഞ്ഞ് ഓടി, लेकिन युद्ध का समय वो पीछे भागा, അവർ പരാജയപ്പെട്ടു, वो पराजित हुआ। അവരുടെ പരാജയ കാരണം, उसका पराजय का कारण, അവർ ദൈവത്തിന്റെ വചനത്തെ മറന്നു, वो परमेश्वर के वचन को भूला। അവരുടെ പരാജയത്തിന്റെ കാരണം, उसका पराजय का कारण ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്നു, कि परमेश्वर ने किया उपकारों को भूला। ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞത്? परमेश्वर का वचन क्या कहता है? മനമേ യഹോവയെ വാഴ്ത്തുക, हे मेरे मन, तू परमेश्वर का धन्यवाद कर, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. उसके कोई भी उपकारों को भूले ना। എല്ലാവരും പറഞ്ഞാട്ടെ, हर एक जन कहे, हे मेरे मन यहोवा की आग का स्तुति करो। सब लोग कहो ना, हे मेरे मन, हे मेरे मन यह का स्तुति करो, यहाँ की स्तुति उसको करो, उपकारों को भूलना नहीं है, उसके उपकारों को भूलना नहीं है। उनको धन्य कहो। ओ हे मेरे मन, हे मेरे मन, यहाँ का धन्य कहो, यहाँ का धन्य कहो, उसको उपकारों को भूलना नहीं है, उसके उपकारों को भूलना नहीं सब लोग है, कहो ना, उसको उपकारों को भूलना नहीं है, उसके उपकारों को भूलना नहीं प्रभु ने है। आपका जीवन में किया हुआ कामों को Amen. भूलना नहीं है। ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ മറക്കില്ല। वो 10 साल पहले, 10 വർഷം മുന്നേ, 15 साल पहले, 15 വർഷം മുന്നേ, 13 साल 13, प्रभु ने आपका जीवन में किया उपकारों को भूलना नहीं है। പിछലെ വർഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ മറക്കില്ല। एफ्रेम का गलती क्या था? എഫ്രൈമിന്റെ മിസ്റ്റേക്ക് എന്തുവായിരുന്നു? एफ्रेम भूल गया, എഫ്രൈം മറന്നുപോയി। एफ्रेम परमेश्वर का विधियों को भूल गया, എഫ്രൈം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മറന്നുപോയി। एफ्रेम हालेलुया परमेश्वर का कामों को भूल गया, എഫ്രൈം ദൈവത്തിന്റെ പ്രവൃത്തി മറന്നുപോയി। एफ्रेम भूल गया। प्रभु ने बाप दादाओं के समय में लाल समुद्र को 2 भाग आए, कि എഫ്രൈം മറന്നുപോയി कि അപ്പന്മാരുടെ കാലത്ത് ചെങ്കടലിനെ एफ्रेम രണ്ടാക്കിയതാണ്। भूल गया प्रभु ने हमें मन्ना खिलाया है, कि എഫ്രൈം മറന്നുപോയി ദൈവം നമ്മൾക്ക് മന്ന നൽകിയതാണ്। एफ्रेम भूल गया शत्रु का सारे दलों को अपना आगे से प्रभु ने एक समय भगाया था, कि എഫ്രൈം മറന്നുപോയി ശത്രുവിന്റെ എല്ലാ വ്യക്തികളും ദൈവം അവരുടെ മുന്നിൽ നിന്ന് ഓടിപ്പിച്ചതാണ്। एफ्रेम भूल गया, എഫ്രൈം മറന്നുപോയി। हालेलुया। एफ्रेम का भूल बहुत बड़ा भूल बन गया, कि हालेलुया। എഫ്രൈമിന്റെ ആ മറവി ഒത്തിരി വലിയ പ്രശ്നമായി। आमेन, ആമേൻ। लोग सुन रहे मुझे, धन्यवाद। ഈ ശത്രുവർ കേൾക്കുന്നുണ്ട് എന്നെ. कितना लोग सुन रहे मुझे? എഫ്രൈമിനെ പറ്റിയ കുഴപ്പം, एफ्रैम का जो समस्या, എഫ്രൈം ദൈവത്തെ മറന്നു, वो परमेश्वर को भूल गया, ദൈവവചനത്തെ മറന്നു। परमेश्वर के वचन को भूला। അങ്ങനെ ഒരുത്തനായിരുന്നില്ല എഫ്രൈം। वैसा एक व्यक्ति नहीं था एफ्रैम। എഫ്രൈമിന്റെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ एफ्रैम का अगर चुनाव देखे, എന്തൊരു തെരഞ്ഞെടുപ്പ്, എല്ലാവരും ശ്രദ്ധിക്കണേ, എന്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു അറിയാമോ? सब लोग ध्यान देना, कितना जो चुनाव, क्या चुनाव എഫ്രൈമിനോടുള്ള था। ദൈവത്തിന്റെ സ്നേഹം നോക്കിയാൽ एफ्रैम से जो परमेश्वर का प्रेम था, എന്തൊരു സ്നേഹമായിരുന്നു അറിയാമോ? कैसा प्रेम था। ഹോശേയ 11:6 ഒന്ന് വായിച്ചേ. होशे 11 का നൗ നൗ ഒന്ന് ജरा വായിച്ചേ. पढ़िए। ഹോശേയ 11:9. हाँ, देखो മലയാളത്തിൽ ഒന്ന് വായിച്ചേ. എന്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല, ഞാൻ എഫ്രൈമിനെ നശിപ്പിക്കും, ഞാൻ ആത്മയെ പോലെ, അല്ലേ അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്. ഹല്ലേലൂയ. എഫ്രൈമിനെ ഞാൻ നശിപ്പിക്കത്തില്ല എന്ന് സ്നേഹത്തോടെ പറയുന്നൊരു ദൈവം. कि परमेश्वर प्रेम से कहते एफ्रैम को मैं नाश नहीं करूंगा। ഇതിലും നല്ലൊരു വാക്യമുണ്ട്. 11:8 വായിച്ചേ. ആ വാക്യം, എഫ്രൈമേ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് ഇങ്ങനെ ഇരുന്ന് കരയുക കേട്ടോ, എന്റെ മോനെ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കൂടാ. कि परमेश्वर पूछते हैं एफ्रैम मैं तुझे कैसे छोड़ के देगा। എന്തൊരു സ്നേഹമാണെന്നറിയാം. कैसा प्रेम है वो, ഇത്രയും പാപം ചെയ്തിട്ടും, इतना पाप करके भी, തിന്മകൾ ചെയ്തിട്ടും इतना बुरा काम ദൈവം करके തള്ളാൻ തയ്യാറല്ല. परमेश्वर त्यागने को ഞാൻ तैयार नहीं है। ആരംഭത്തിൽ പറഞ്ഞത് ആവർത്തിക്കട്ടെ, मैं आरंभ में जो कहा फिर से कहता हूँ, എപ്പോഴാ ദൈവം തള്ളുന്നറിയാമോ? परमेश्वर कभी त्यागता है, ദൈവം തള്ളുന്നതല്ല, परमेश्वर त्यागता नहीं। ദൈവം हमें പറയുന്നത്, എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റത്തില്ലടാ, परमेश्वर कहते मैं तुझे त्यागूंगा नहीं। നിനക്ക് വേണ്ടിയാടാ ഞാൻ മരിച്ചത്. ആമേൻ, യേശു പറയാ, ആമേൻ. നിനക്ക് വേണ്ടി ഞാൻ മരിച്ചത്, यीशु कहते मैं तेरे लिए प्राण दिया, വേദന നിനക്ക് വേണ്ടിയാ ഞാൻ സഹിച്ചത്, इतना दर्द मैं तेरे ഞാൻ लिए നിന്നെ लिया,
എങ്ങനെ ഉപേക്ഷിക്കും? मैं तुझे कैसे त्यागूंगा? ദൈവമല്ല നമ്മളെ മറക്കുന്നത്, परमेश्वर नहीं हमें त्यागता, ദൈവമല്ല നമ്മളെ തള്ളുന്നത്, परमेश्वर नहीं हमें भूलता, നമ്മൾ ദൈവത്തെ തള്ളിപ്പോവുകയാണ്. हम परमेश्वर को त्याग के जाता നമ്മൾ है, ദൈവത്തെ മറന്ന് हम परमेश्वर को भूल के അവൻ ചെയ്ത ഉപകാരങ്ങളെ മറന്ന് ആമേൻ, ജീവിക്കുകയാ. उसने किया हुआ उपकारों को भूल के हम जीते हैं. എനിക്ക് എങ്ങനെ നിന്നെ ഉപേക്ഷിക്കാം? आमीन, हालेलुया. परमेश्वर बोलते मैं तुझे कैसे भूलूंगा. ഇതിലും നല്ലൊരു വാക്യമുണ്ട്. इससे भी अच्छा एक आयत അത് है, യിരെമ്യാവിന്റെ പുസ്തകത്തിലാ, वो यिर्मयाह का किताब में है, 31-ാമത്തെ അധ്യായത്തില് 31 അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ उसकी 20वां आयत. എഫ്രൈമിനെ കുറിച്ച് പറയുന്ന സുന്ദരമാകുന്ന ഒരു വാക്യം അവിടെയുണ്ട്. എഫ്രൈം, देखो മലയാളത്തിലൂടെ ഒന്ന് വായിച്ചിട്ട്. എഫ്രൈം എൻ്റെ വാത്സല്യപുത്രൻ, ഓമനക്കുട്ടി. ഹല്ലേലൂയ. അയ്യോ, കർത്താവ് പറയാ, എനിക്ക് എന്തെങ്കിലും എഫ്രൈമിനെ അഗൻസ്റ്റ് ആയിട്ട് ഒരു ദൂത് പറയണമെങ്കിലുണ്ടല്ലോ, എൻ്റെ ഉള്ളത്തിലൊരു ഭയങ്കര ഒരു സ്ഥായി, എന്താ പറയുന്നത്, ഒരു വലിയ അലിവ്, ഒരു വലിയ മനസ്സലിവ് തോന്നുക. ഹല്ലേലൂയ. എനിക്ക് എഫ്രൈമിനെ അടിക്കുന്നത് പറയാൻ പോലും മനസ്സ് വരത്തില്ല. ചില അപ്പന്മാര് കുഞ്ഞുങ്ങളെ അടിച്ചിട്ട് പോയിരുന്ന കരയത്തില്ല, അതുപോലെ ദൈവം എഫ്രൈമിനെ അടിച്ചല്ലോ എന്ന് ഓർത്ത് ദൈവം विषमिकी। या परमेश्वर कहते हैं जब एफ्रेम को डांटने के बारे में, उसके विरुद्ध कुछ करने के बारे में आता है तो परमेश्वर बोलते उसके दिल में जो है करुणा भर आता है। നീ എൻ്റെ വത്സല പുത്രൻ പൊന്നോമന കുട്ടൻ നീ അല്ലേ? അല്ല, പഴയൊരു മലയാളം പാട്ടാ, पुराना एक मलयालम गीत है। എഫ്രൈം നീ എൻ്റെ വത്സല പുത്രൻ പൊന്നോമന കുട്ടൻ നീ. കുട്ടൻ നാന്നോ പണ്ട് എഴുതിയത് എനിക്കറിയില്ല, ഓർമ്മയെന്ന് പാടി. കുട്ടനെങ്കിൽ കുട്ടൻ, പുത്രനെങ്കിൽ പുത്രൻ. എഫ്രൈം നീ എൻ്റെ വാത്സല്യ പുത്രൻ. एफ्रेम तू मेरा प्रिय पुत्र। എന്തൊരു സ്നേഹമായി എഫ്രൈമേ നിന്നെ കുറിച്ച് എനിക്ക്. एफ्रेम तुझसे कितना प्रेम ഞാൻ है। എങ്ങനെയാടാ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? मैं तुझे कैसे छोड़ के ഞാൻ दूंगा। നിന്നെ ശത്രുവിന്റെ കയ്യിൽ എങ്ങനെ ഏൽപ്പിക്കുന്നത്? मैं तुझे शत्रु के हाथ में कैसे दूंगा। I will truly have compassion on him. मैं तेरे पे पूरा मेरा करुणा भर This आता is है। the Lord declares. ये परमेश्वर कहता है। ഇനി ഞാൻ ചില ചരിത്രം കൂടെ പറഞ്ഞു തരാം. मैं अभी कुछ इतिहास कहता हूं। എഫ്രൈമിന്റെ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയാമോ? एफ्रेम ने क्या चुना था। ആരാണ് എഫ്രൈം? एफ्रेम कौन है। ജോസഫിന്റെ മകൻ. जोसेफ का यूसुफ का बेटा। ഗോത്രങ്ങളിൽ, इस्राएल का जो गोत्र में 12 ഗോത്രങ്ങളിൽ 12 गोत्र में പ്രോമിനന്റ് ആയിട്ടുള്ള ചില ഗോത്രങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ, प्रमुख अगर गोत्रों का नाम कहने को बताए, ഏറ്റവും കൂടുതൽ പേരെടുത്ത सबसे ज्यादा नाम लिया ചില ഗോത്രങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ, अगर कुछ गोत्रों का नाम दे के, അതിലൊരു ഗോത്രമാണ് യഹൂദ. उसमें से एक है यहूदा। 4 എണ്ണത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് പറയാം. एक 4 का नाम मैं पहले बोलूंगा। यहूदा, ലേവി, एफ्रेम, പിന്നേതാ ബെഞ്ചമിൻ. ഈ 4 ഗോത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ. ये 4 गोत्र का खासियत അത് है। പ്രസംഗിക്കാൻ നമുക്ക് സമയമില്ല. वो प्रचार करने का समय नहीं है। പ്രത്യേകത പ്രസംഗിക്കാൻ സമയമില്ല. ये 4 गोत्र का खासियत ഇനി നിങ്ങൾ बताने का समय കുറച്ചുകൂടെ नहीं। പഠിച്ചു കഴിഞ്ഞാൽ और आप ഈ सीखेंगे യഹൂദന്മാരുടെ ഗോത്രങ്ങളെ പാളയത്തിന് ചുറ്റും പാർപ്പിക്കുമ്പോൾ 4 ഗ്രൂപ്പായിട്ടാണ് പാർപ്പിച്ചത്. कि ये जो यहूदी का गोत्रों को जब तंबू के बाजू में जब डाला तो 4 हिस्से में रखा। അതിൽ ചില ഗോത്രങ്ങൾ ലീഡിംഗ് ഗോത്രമായിരുന്നു. उसमें कुछ गोत्र है जो अगुवाई करने वाले थे। ഇങ്ങനെ ഗോത്രങ്ങൾക്ക് പ്രത്യേകതകൾ ഒത്തിരി ഉണ്ട്. ऐसे गोत्रों को खासियत അപ്പോൾ था। നമ്മൾ ഇതൊക്കെ ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ കുറിച്ച് നമ്മൾ എന്തിനാ പഠിക്കുന്നത്? तो हम सोचेंगे इसराइल के गोत्र के हम क्यों पढ़े। ഇതെല്ലാം നമുക്കുള്ള പാഠമാണ് കേട്ടോ. ये सब हमारे लिए सीखने के लिए है। അവർക്ക് പറ്റിയ പരാജയം വേദോസത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. उनका जो पराजय वचन में लिख के रखा है, നമ്മൾ ആ പരാജയത്തിൽ പോയി വീഴാതിരിക്കാനാ. हम उस पराजय में नहीं गिरना है बोल के। ചിലർക്ക് ചോദിക്കും വേദോസത്തിൽ എന്തിനാ ഈ ദാവീദിന്റെ വീഴ്ചയൊക്കെ എഴുതി വെച്ചത്? कुछ लोग पूछते हैं दावीद का गिरना क्यों लिखा है, നമുക്കും അത് ചെയ്യാന്ന് ഓർത്താന്നോ? क्या हम भी वो कर सकते हैं। नहीं, വേദപുസ്തകം കൃത്യമായിട്ട് പറഞ്ഞു. കൊരിന്തി ലേഖനം പറയുന്നു, वचन साफ साफ कहते हैं कि ലോകാവസാനം വന്നു ഭവിച്ച നമുക്ക് ദൃഷ്ടാന്തത്തിനായി എഴുതിയിരിക്കുന്നത്. कि जो हुआ है, जो लिख के रखा है, वो हमारे सीखने के लिए लिख के ആ रखा है। വീണവരുടെ കഥ എന്തിനാ എഴുതിയത്? वो गिरा हुआ लोगों की कहानी क्यों लिखा ലോത്തിന്റെ है, മക്കളുടെ കഥ എന്തിനാ എഴുതിയത്? लोत के बच्चों का कहानी क्यों लिखा है। ഹല്ലേലൂയ. എഴുതിയതിന് കാരണം നമ്മൾ അങ്ങനെയുള്ള തെറ്റ് ചെയ്യരുത്. അവരുടെ പരാജയ ചരിത്രം നമ്മൾ പഠിക്കണം.
कि हम इसके लिए लिखा कि उनका पराजय के इतिहास से सीख के हमें वैसा गलती नहीं करना നാല് है। ഗോത്രത്തിന്റെ പുറമാണ് യഹൂദ ഗോത്രം. ये 4 गोत्र का नाम लिखा। ഈ ഗോത്രത്തിന്റെ പ്രത്യേകത എന്താ? इस गोत्र का खासियत क्या है? യഹൂദ ഗോത്രമാണ് റോയൽ ഗോത്രം. രാജാവ് ആ ഗോത്രത്തിൽ നിന്നാണ് വന്നത് അല്ലേ? कि यहूदी का गोत्र है रॉयल, उसमें से राजा आया। ലേവി ഗോത്രത്തിന്റെ പ്രത്യേകത എന്താ? लेवी गोत्र का खासियत क्या ദൈവത്തിന് है? വേണ്ടി വേർതിരിക്കപ്പെട്ട ഗോത്രം. कि परमेश्वर के लिए अलग किया हुआ गोत्र। മഹാപുരോഹിതൻ ആ ഗോത്രത്തിലെ. उसमें से महायाजक आया। രാജാവ് യഹൂദ ഗോത്രത്തിലെ. या राजा यहूदा गोत्र से। മഹാപുരോഹിതൻ ലേവി ഗോത്രത്തിലെ. और महायाजक लेवी गोत्र से। ഇനി പറഞ്ഞത് ബെഞ്ചമിൻ അല്ലേ? ബെഞ്ചമിന്റെ പ്രത്യേകത എന്താ? बेंजामिन का खासियत क्या है? ബെഞ്ചമിൻ എപ്പോഴും ചെറിയവൻ എന്നാ വിളിച്ചിരുന്നത്. कि बेंजामिन को हमेशा छोटा बुलाया। സങ്കീർത്തനത്തിൽ വാക്യമുണ്ട് ചെറിയ ബെഞ്ചമിൻ. बोला छोटा बेंजामिन। ചെറിയ ബെഞ്ചമിൻ. അവൻ ആള് കുഞ്ഞതാണ്. വീട്ടിലെ ഏറ്റവും ചെറിയ മോനാണ് അവൻ. वो घर का सबसे छोटा बेटा है। നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലെ ഇളയ മക്കൾക്ക് കൊച്ചുമോൻ എന്ന് പേരൊക്കെ വിളിക്കില്ല. നമുക്ക് കൊച്ചുമോൻ ഇവിടെ. അപ്പൊ വീട്ടിലെ കൊച്ചുമോനാണ് ആര്? ബെഞ്ചമിൻ എന്ന് പറയുന്നത്. घर का छोटा बेटा है बेंजामिन। കൊച്ചുമോൻ കൊച്ചുമോൾ എന്നൊക്കെ പേര് വിളിക്കും. कोचुमोल बोल के नाम डालते हैं। മൂത്ത മക്കൾക്കും ആ പേര് വരും. बड़े बच्चों के होता है। അവരായിരുന്നു ഏറ്റവും കൊച്ചത്. പിന്നെ അവരുടെ താഴെ വന്നു കഴിഞ്ഞപ്പോ കൊച്ചുമോൻ എന്ന് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബെഞ്ചമിൻ എപ്പോഴും വിളിക്കുന്നത് കൊച്ചുമോൻ എന്നായിരുന്നു വിളിക്കുന്നത്. बेंजामिन को हमेशा छोटा बेंजामिन ചെറിയ ബെഞ്ചമിൻ. छोटा बेंजामिन എല്ലാവർക്കും ഭയങ്കര വാത്സല്യമാണ് കേട്ടോ. सबको बहुत दुलारा था। എല്ലാവർക്കും ഭയങ്കര വാത്സല്യമായി ബെഞ്ചമിനോട്. बहुत प्यार था। ഈ ബാക്കിയുള്ള 10 മക്കളെയും മിസ്രൈമിൽ ധാന്യം മേടിക്കാൻ വിട്ടപ്പോഴും അപ്പം പറഞ്ഞു ബെഞ്ചമിനെ ഞാൻ വിടത്തില്ല കേട്ടോ. कि बाकी 10 बच्चों को जब इस्राएल में भेजा था खाना मंगाने के लिए, इसको नहीं छोड़ा, उसको साथ में रोका। മിസ്രൈമിൽ ചെന്നപ്പോൾ ജോസഫിന്റെ ആഗ്രഹം ബെഞ്ചമിൻ എന്തിയേ? कि मिस्र में जब गया तो यूसुफ का कि बेंजामिन किधर है? നിങ്ങൾക്ക് ഇത്രയും നിങ്ങളുടെ അപ്പന് മക്കളുള്ളോ? कि इतने बच्चे हैं तुम्हारे पिता को? ഇല്ലയോ? और एक है, ഒരുത്തനുണ്ട്. एक है। പിന്നെയും ജോസഫ് പറയും അവൻ വരണോ ഇവിടെ? बोलते कि वो आना है इधर। എന്നെ കാണാഞ്ഞിട്ട് സഹിക്കുന്നില്ല കൊച്ചു ബെഞ്ചമിനെ. कि यूसुफ को उसे देखना है। അവസാനം ഈ കൊച്ചു ബെഞ്ചമിനെ കൊണ്ടു കഴിഞ്ഞ് जब छोटा बेंजामिन को ले गया, ജോസഫിനെ ബെഞ്ചമിനെ ഒക്കെ കണ്ടപ്പോൾ ജോസഫിന്റെ ഹൃദയം തകർന്നു പോയത് അല്ലേ? कि जब बेंजामिन को देखा तो उसका दिल भर गया। ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി ബെഞ്ചമിന്റെ ചരിത്രങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ऐसे बहुत बेंजामिन का इतिहास है। ബെഞ്ചമിൻ ചെറിയ ഗോത്രമായിരുന്നു. एक छोटा गोत्र था। ബെഞ്ചമിൻ ചെറുതാകാനും ഒരു കാരണമുണ്ട്. वो छोटा होने का भी कारण है ന്യായാധിപന്മാരുടെ പുസ്തകം അവസാന അധ്യായം പഠിക്കുമ്പോൾ कि जो जजेस का किताब जो अंत में पढ़ता है, ഈ ബെഞ്ചമിൻ ये बेंजामिन ഒറ്റ ഗോത്രം एक ही गोत्र ഒറ്റയ്ക്ക് നിന്ന് अकेला खड़ा ബാക്കി होकर 11 ഗോത്രത്തോട് യുദ്ധം ചെയ്തു. कि बाकी 11 गोत्र से युद्ध किया എന്നിട്ടും 11 ഗോത്രത്തിന് അവനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. और 11 गोत्र से हरा नहीं पाया। എന്താ സംഭവം എന്നറിയോ? कारण क्या था? കൊച്ചതാണെങ്കിലും ഭയങ്കര പവർഫുള്ളാ. ये छोटा है तो ये बहुत शक्तिशाली है। അങ്ങനെ പവർഫുൾ ആകാൻ ഒരു കാര്യമുണ്ട്. ऐसे पावरफुल होने का कारण है, അപ്പൻ അവനെ കുറിച്ച് പറഞ്ഞൊരു ദൂതുണ്ട്. उसके पिता ने उसके ऊपर നീ എന്റെ ബലത്തിന്റെ വലങ്കരമാ. तू मेरा बल का हाथ है। ഇവൻ ചെറിയ ബെഞ്ചമിൻ ആണെങ്കിലും तू छोटा बेंजामिन है, ഹല്ലേലൂയ ഭയങ്കര പവർഫുള്ളാ. बहुत पावरफुल है। നിങ്ങൾ പറഞ്ഞാട്ടെ ചെറുതാണെങ്കിലും छोटा है तो കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ശക്തനാണ്. आमेन। परमेश्वर साथ है तो मैं सामर्थ्यशाली है। കുടുംബത്തിൽ ചെറുതാകാം, कुटुंब में छोटा होगा, സഭയിൽ ചെറുതാകാം, कलीसिया में छोटा होगा, സമൂഹത്തിൽ ചെറുതാകാം. कि समाज में छोटा പക്ഷേ होगा। കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, अगर परमेश्वर तेरे साथ है तो, നിന്റെ ബലത്തിന്റെ വലങ്കരമായി കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, कि अगर तेरे बल के हाथ बन के परमेश्वर साथ യഹോവ है तो, നിന്റെ വലതു ഭാഗത്ത് നിനക്ക് തണലായിട്ടുണ്ടെങ്കിൽ, अगर परमेश्वर तेरे साथ है तो, ചെറിയ ബെഞ്ചമിൻ ചെറിയ ഗോത്രമല്ല, അവൻ ശക്തിയുള്ള ഗോത്രമാണ്. छोटा बेंजामिन छोटा गोत्र नहीं, वो सामर्थ्यशाली है। അപ്പൊ ഈ ബെഞ്ചമിൻ ഗോത്രം ये बेंजामिन का जो गोत्र है, ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിൽ न्याय की किताब में अंत में 11 ഗോത്രത്തോട് യുദ്ധം ചെയ്തു. 11 गोत्र से युद्ध किया ഇവരെ തോൽപ്പിക്കാൻ പറ്റിയില്ല. और हरा नहीं पाया। ഹല്ലേലൂയ. അങ്ങനെയൊക്കെ വേദോസം പറയുന്നത്. ऐसा वचन कहता है പിന്നെ ചരിത്രം നമുക്കറിയാമല്ലോ, പല പ്രാവശ്യം യുദ്ധം ചെയ്തിട്ട് ബെഞ്ചമിനെ തോൽപ്പിച്ചത്. कि बहुत बार युद्ध करके बेंजामिन को हराया। തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ जब हराया, ബെഞ്ചമിൻ ഗോത്രത്തിലെ പുരുഷന്മാരെ മുഴുവൻ അങ്ങ് നശിപ്പിച്ചു. कि बेंजामिन गोत्र के हर एक पुरुषों को नाश किया। ഒരു ദേശത്തെ പുരുഷന്മാർ മുഴുവൻ പട്ടുപോയി. कि एक देश से सारे പിന്നെയുള്ള पुरुष लोग मर സംഭവങ്ങളൊക്കെ गए। നിങ്ങൾക്ക് അറിയാം. പിന്നെയുള്ള സംഭവങ്ങള് आपको पता है आगे? ആ ബെഞ്ചമിൻ ഗോത്രത്തിലെ പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരെ കിട്ടാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ വന്നല്ലേ. कि बेंजामिन गोत्र की लड़कियों को पतियां नहीं मिल पा रहे थे। ശരിക്കും ഓർക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾക്കറിയാം അവിടെയുള്ളവര് आपको पता है ഈ ഗോത്രം ഓൾറെഡി ചെറിയ ബെഞ്ചമിനാ. ये गोत्र पहले से छोटा था, ചെറിയ ബെഞ്ചമിൻ പിന്നെയും അങ്ങ് ചെറുതായി പോയി. छोटा बेंजामिन और छोटा हो गया। ന്യായാധിപന്മാരുടെ പുസ്തകം അവസാന അധ്യായമാകുമ്പോൾ न्यायाधिपति की किताब में अंतिम में ബെഞ്ചമിൻ ഗോത്രം എന്ന് പറയുന്നത് ये बेंजामिन जो गोत्र है, നാംധാരി ഗോത്രമാണ്. एक सिर्फ नाम के लिए रह गया। പേരിനൊരു ഗോത്രം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. नाम के लिए गोत्र है। ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, न्यायाधिपति की किताब में ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം അറ്റുപോകുവാനിടയായല്ലോ. कि इस्राएल से एक गोत्र जो है निकल गया, वैसा അല്ലെങ്കിൽ हुआ। അതുപോലൊരു ഘടനയാണല്ലോ ഉണ്ടായത്. वैसा ही घटना हुआ। ഒരു ഗോത്രം മുഴുവൻ ഇല്ലാതായി പോകുക. एक गोत्र पूरा नाश हो गया, എന്ന് പറഞ്ഞ നോമിനൽ ഗോത്രം. कि एक छोटा सा रह गया। ബെഞ്ചമിൻ സ്മോളസ്റ്റ് അല്ല,
छोटा नहीं, ലീസ്റ്റ് അല്ല, उससे भी कम नहीं। ന്യായാധിപന്മാർ അവസാന അധ്യായമാകുമ്പോൾ അത് പേരിന് മാത്രമുള്ള ഒരു കൊച്ചു ഗോത്രം. और इस प्रकार कहते हैं कि सिर्फ नाम के लिए एक गोत्र, പക്ഷേ लेकिन ഈ ചെറിയ ഗോത്രത്തിൽ നിന്ന് इस छोटे गोत्र से നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടല്ല, सालों की बात नहीं, within few years कुछ सालों में ദൈവം ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവിനെ എഴുന്നേൽപ്പിച്ചു. कि परमेश्वर ने इस्राएल का पहला राजा को उठाया। 1 ശമൂവേൽ 9 അധ്യായത്തിൽ 1 शमूएल 9 में ശൗല് ഹല്ലേലൂയ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. सौल इस प्रकार कहता है, എന്നെയാണോ രാജാവാക്കുന്നത്? मुझे राजा बनाता ഇതിന് है, ഞാൻ എന്തുള്ളൂ? इसके लिए मैं क्या हूँ? എന്റെ കുടുംബം എന്താ? मेरा कुटुंब क्या എന്റെ है? ഗോത്രം ചെറുതാ. मेरा गोत्र छोटा है। എത്രയും ചെറുതാ? कितना छोटा है അരെ നാംധാരി. कि പേരിന് വേണ്ടി എന്റെ ശമൂവേലേ നീ എന്നെ രാജാവാക്കിയാൽ എന്റെ കൂടെ നിൽക്കാൻ 10 പേരില്ല. कि ഹല്ലേലൂയ. सामने अगर तू मुझे राजा बनाए तो मेरे साथ വലിയ വലിയ ഗോത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. बड़े बड़े गोत्र അവരിൽ बहुत हैं। ആരെങ്കിലും രാജാവാക്കിയാൽ, उनमें से किसी को राजा बनाए, ഹലോ, അവരിൽ ആരെങ്കിലും രാജാവാക്കിയാൽ ഉന്മേ സെ അവരുടെ കിസി- കുടുംബക്കാരനെ കൂടെ കൂടിയാൽ തന്നെ ഒരു സൈന്യമുണ്ട്. उनके कुटुंब वाले एक साथ आए तो ഇതിപ്പം सेना है। ബെഞ്ചമിൻ ഗോത്രം അറ്റുപോയ ഗോത്രത്തിലെ അവസാന കണ്ണിയായി എന്നെ എന്തിനാ നീ തിരഞ്ഞെടുത്തത്? कि अभी जो बेंजामिन गोत्र में जो अंतिम जो हिस्सा जो शून्य में आ गया, ഇതിനകത്തൊരു उसने मुझे ദൈവിക क्यों चुना? മർമ്മമുണ്ട്. ഇതിനകത്തൊരു വചന വെളിപ്പാടുണ്ട്. इसमें से वचन का प्रकाशन है, ഒന്നാമത്തെ വെളിപ്പാട്, पहला प्रकाशन। ഏറ്റവും ചെറിയതെന്ന് ഏറ്റവും ഇല്ലാതായി പോയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവം നിങ്ങളെ Amen. എഴുന്നേൽപ്പിക്കുവാനും ഉപയോഗിക്കുവാനുമുള്ള നിങ്ങളുടെ യോഗ്യത വെളിപ്പെടുന്നത്. इसमें ആമേൻ. से परमेश्वर क्या कहना चाहते हैं वो संदेश है। यदि आप सोचते हैं आप एकदम शून्य हो गए, छोटा हो गया, वहां से परमेश्वर आपको उठाता है। രണ്ടാമത്തെ ഒരു മർമ്മം, दूसरा एक बात, ഇസ്രായേലിന് 12 ഗോത്രങ്ങളെ നൽകിയത് ദൈവമാണ്. कि इस्राएल को 12 गोत्र जो दिया परमेश्वर, ഒന്നറ്റുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. एक भी नाश होने के लिए परमेश्वर നീ नहीं देगा। അറ്റുപോകുമെന്ന് സമൂഹം വിധി എഴുതുമ്പോൾ, भले दुनिया और समाज ആമേൻ, बोले तू നിന്റെ खत्म हो ശുശ്രൂഷ जाएगा, അറ്റുപോകുമെന്ന് സമൂഹം വിധി എഴുതുമ്പോൾ, तेरी सेवका ഓ, खत्म होगा, समाज നിന്റെ कहेंगे, കുടുംബം അറ്റുപോകുമെന്ന് സമൂഹം വിധി तेरा എഴുതുമ്പോൾ, कुटुंब नाश होगा लोग बोलेंगे, നിന്റെ സഭ തകരുമെന്ന് സാത്താൻ വിധി എഴുതുമ്പോൾ, कि सातान कहते हैं, तेरे कलीसिया समाप्त നിന്നെ हो जाएगा। സൃഷ്ടിച്ചവൻ, നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ അപ്പോയിന്റ് ചെയ്തവൻ, तुझे जो सृष्टि किया, जो तुझे निर्माण किया, അവൻ പറയുക, वो कहता है, എനിക്കറിയാം ബെഞ്ചമിനെ നിന്നെ എങ്ങനെ എഴുന്നേൽപ്പിക്കേണ്ടത്, मैं जानता हूँ बेंजामिन में तुझे कैसे उठाना है, എനിക്കറിയാം ബെഞ്ചമിനെ നിന്നെ എങ്ങനെ പണിയേണ്ടതെന്ന്. मुझे पता है बेंजामिन तुझे किस प्रकार बनाना ഇസ്രായേലിന്റെ है। ഒന്നാമത്തെ രാജാവ് നിന്റെ കുടുംബത്തിൽ നിന്ന് വരാൻ പോകുക. इस्राएल का पहला राजा तेरे നീ कुटुंब से आने രാജകീയ वाला है। ഗോത്രമാകാൻ പോകുക. നീ റോയൽ ഗോത്രമാകാൻ तू പോകുക. एक रॉयल गोत्र बनने वाला है, റോയൽ ഗോത്രമാകാൻ तू പോകുക. एक रॉयल गोत्र बनने वाला है। വാഗ്ദത്തം യഹൂദയ്ക്കാണെങ്കിലും वादा यहूदा को करेगा അറ്റുപോകേണ്ട ഒരു ഗോത്രത്തെ നിലനിർത്താൻ വേണ്ടി कि नाश होने वाले गोत्र को स्थिर करने के लिए ദൈവം ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നൊരു ശൗലിനെ എഴുന്നേൽപ്പിക്കുന്നു. परमेश्वर बेंजामिन गोत्र से एक शाऊल को उठाया। നിങ്ങൾ പറ, രാജാവിന്റെ ഗോത്രം ചെറുതായിരിക്കുമോ? आप बोलो राजा का गोत्र छोटा होगा क्या? രാജാവിന്റെ ഗോത്രം മൾട്ടിപ്ലൈ ചെയ്യപ്പെടാൻ कि പോകുക. राजा का जो गोत्र है वो multiply രാജാവിന്റെ होगा, ഗോത്രം പ്രബലമാകാൻ कि പോകുക. राजा का गोत्र जो है ഇനി प्रभावशाली ആർക്കെങ്കിലും बनेगा। ബെഞ്ചമിനെ ഒതുക്കാൻ പറ്റുമോ? अभी कोई भी The बेंजामिन को king समाप्त is नहीं कर from सकते। that tribe. कि Hallelujah. राजा उस गोत्र से ആമീൻ है। പറഞ്ഞ് സ്വീകരിച്ചാട്ട് ദൈവമക്കളെ. आमीन बोल के स्वीकार करो। അല്ലെങ്കിലും ഇങ്ങനെ സമയം കുറവുള്ളപ്പോൾ ഭയങ്കര വചനോളിപ്പാടായിരിക്കും. नहीं तो ऐसे जब वचन का प्रकाशन आता है जब समय कम हो। എഫ്രീം, നാലാമത്തെ ഗോത്രം എഫ്രീം. चौथा गोत्र एफ्रीम, നാലാമത്തെ ഗോത്രം എഫ്രീം. चौथा गोत्र एफ्रीम। എഫ്രീമിന്റെ പ്രത്യേകത എന്താ? एफ्रीम का खासियत क्या है? എഫ്രീമിന് വലിയ പ്രത്യേകതയുണ്ട്. उसका बड़ा खासियत എഫ്രീം है। സത്യത്തില് ജോസഫിന്റെ ഇളയമോൻ അല്ലേ? यूसुफ का छोटा बेटा। അങ്ങനെയുള്ള യോഗ്യതയില്ല. മനുഷ്യയാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത്. मनुष्य है जो आशीषित होना പക്ഷേ चाहिए। അർഹതയില്ലാത്തടത്ത് യാക്കോബ് കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു. कि जहाँ योग्यता नहीं था याकूब ने उसका हाथ उल्टा रखे आशीष दिया। ഇളയവനെ ചേട്ടനാക്കി. जो छोटा है उसको बड़ा किया। യോഗ്യതയില്ലായിരുന്നു കേട്ടോ. उसको योग्यता नहीं था। എല്ലാരും പറഞ്ഞാട്ട് ഞാൻ എഫ്രീമിനെ പോലെ. बोलो मैं एफ्रीम के समान हूँ। ഇളയവനെ ചേട്ടനാക്കിയതാ. जो छोटे को बड़ा എഫ്രീമെ किया। നീ ഇത് മറക്കാൻ പാടില്ല. एफ्रीम तुझे भूलना नहीं है। നീ യോഗ്യത ഉള്ളത് കൊണ്ടല്ല. आमीन हालेलुया। ഹല്ലേലൂയ. നിന്റെ ചേട്ടൻ നിൽക്കുമ്പോൾ, तुझे योग्यता है बोल के नहीं, ജ്യേഷ്ഠാവകാശം ചേട്ടനായിരിക്കുമ്പോൾ, कि बड़ा हक जब भाई का था, ചേട്ടനെ കവച്ചു വെച്ച് അല്ലെങ്കിൽ മറികടന്ന് നിന്റെ മേൽ തന്നൊരു അനുഗ്രഹമുണ്ട്, നീ ജീവിതത്തിൽ മറക്കാൻ പാടില്ലായിരുന്നു. जो योग्यता उसको छोड़ के तुझे उठाया एक वो तुझे कभी भूलना नहीं है। ഇനി എഫ്രീമിനുള്ള ഒത്തിരി പ്രത്യേകതയുണ്ട്. एफ्रीम से बहुत खासियत था। ജോഷുവയുടെ ഗോത്രം എഫ്രീമാണ്. जोशुआ का गोत्र जो एफ्रीम എന്ന് है, പറഞ്ഞാൽ उसका अर्थ है, ഇസ്രായേലിനെ കനാൻ ദേശത്ത് എത്തിച്ച ലീഡർ എഫ്രീം ഗോത്രക്കാരനാണ്. उसका अर्थ है कि इस्राएल को कनान में पहुंचा हुआ लीडर जो है जो इस गोत्र ഇനി से था। ഒന്നുകൂടെ പറഞ്ഞാൽ, अभी और एक है, ഹല്ലേലൂയ, ഈ നിയമപ്പെട്ടകം കൊണ്ട് ആദ്യം കൂടാരം അടിച്ച സ്ഥലം ഷീലോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. कि जो वाचा का संदूक को लेके जो जो तंबू बनाया उस जगह का नाम है शीलो. जो तंबू बना उस जगह का नाम था शीलो। ഈ ഷീലോ എഫ്രീം ഗോത്രത്തിന്റെ സ്ഥലമാണ്. ये शीलो जो है एफ्रीम गोत्र का जगह है। നേതാവ് നിന്റേതാണ്. नेता तेरा है, ഹലോ,
നേതാവ് നിന്റേത്, नेता तेरा, പിന്നെ ആരാണ്? പിന്നെ ഷീലോവിൽ നിന്റെ കൂടാരം. शीलो में तेरा घर. വേദോസ്തത്തിലെ वचन में ടാബർനാക്കലിനെ കുറിച്ച് പറയുമ്പോൾ संदूक के बारे में മോശ പണിതൊരു ടാബർനാക്കൽ ഉണ്ട്. മോശയുടെ ടാബർനാക്കൽ എന്ന് വിളിക്കാം. कि मूसा ने बनाया हुआ एक संदूक है. പിന്നീട് ചരിത്രത്തിൽ 2 ടാബർനാക്കൽ നമ്മൾ കാണുന്നുണ്ട്. उसके बाद इतिहास में 2 संदूक देखते അതിൽ हैं. ഒരു ടാബർനാക്കലാണ് उसमें से एक है ജോസഫിന്റെ ടാബർനാക്കൽ. यूसुफ का संदूक. കണ്ടിട്ടുണ്ടോ അങ്ങനെ? നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലുണ്ടെന്നേ, ദ ടാബർനാക്കൽ ഓഫ് ജോസഫ്. हमने जो वचन पढ़ा उसमें है. ഏതാ വാക്യം? कौन सा आयत? 78 സങ്കീർത്തനം 60 വാക്യം. 78 का 60. 78 60 ദ ടാബർനാക്കൽ ഓഫ് ജോസഫ്. ഒന്ന് വായിച്ചോട്ടെ. ദൈവം മനുഷ്യന്റെ നടുവിൽ വെച്ചിരുന്ന ആ കൂടാരത്തെ ഉപേക്ഷിച്ചത്. ഏത് കൂടാരത്തെയാ? ജോസഫിന്റെ കൂടാരത്തെ എന്ന് പറഞ്ഞാൽ ഷീലോവിൽ ഉണ്ടായിരുന്ന ജോസഫിന്റെ കൂടാരം, ദ ടാബർനാക്കൽ ഓഫ് ജോസഫ്. ഇനി വേറൊരു ടാബർനാക്കൽ ഉണ്ട് കേട്ടോ. यहाँ लिखते हैं कि यूसुफ का जो संदूक था, ആ ടാബർനാക്കൽ ആരുടേതാണ്? और एक है संदूक ടാബർനാക്കൽ ഓഫ് ഡേവിഡ്, दावीद का. ദാവീദിന്റെ കൂടാരം. दावीद का ആമോസ് संदूक. പ്രവാചകൻ പറഞ്ഞു, ഞാൻ വീട് പോയ ദാവീദിന്റെ കൂടാരത്തെ നിവർത്ത്. കേട്ടോ, ഇതൊക്കെ ചെറിയ ഏരിയ आमोस कहते हैं कि गिरा हुआ था. ബൈബിളിലെ ഇൻഫർമേഷൻസ് ആണ്. ये छोटा इंफॉर्मेशन है. എഫ്രൈമിന്റെ ടാബർനാക്കലിനെ മാറ്റിയിട്ട് एफ्रीम का जो संदूक को हटा के യഹൂദയുടെ ടാബർനാക്കലിനെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. कि यहूदा का जो संदूक को मैं एस्टैब्लिश എന്താ करूंगा. എഫ്രൈമിനെ തല്ലിയത്? क्यों एफ्रीम को ഇനി छोड़ा? എഫ്രൈം ഗോത്രത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. और एफ्रीम गोत्र का खासियत അതിന് है. മറ്റൊരു പ്രത്യേകതയാണ്, दूसरा खासियत है, എഫ്രൈം ഹാഫ് ഗോത്രമായിരുന്നു. एफ्रीम जो है आधा गोत्र था. ജോസഫിന്റെ 2 മക്കളിൽ മനശ്ശെ എഫ്രൈം ഹാഫ് ഗോത്രം, कि माने से एफ्रीम हाफ गोत्र, പാതി ഗോത്രം. आधा. പക്ഷെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ जब वो बड़ा हुआ, മറ്റു പല ഗോത്രങ്ങളെക്കാട്ടിൽ അങ്ങ് വലുതായി. बाकी गोत्रों से बड़ा हुआ. അതിന് കാരണം എന്താണെന്നറിയാമോ? उसका कारण क्या है? അപ്പനൊരു പ്രവാചകനായിരുന്നു. इसका पिता एक भविष्यवाणी അപ്പൻ था. മോന് പേരിട്ടപ്പോ പേരിട്ടു उसने इसका पिता ने बेटे का नाम डाला വർദ്ധനവ്. वर्धन. എഫ്രൈം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? एफ्रीम का नाम क्या है? വർദ്ധനവ്. അപ്പൻ बढ़ोतरी. ആണോ? ജോസഫ് പ്രവാചകനാണോ? ജോസഫ് ഒരൊറ്റ പ്രവചനം, നീ വർദ്ധിക്കുമടാ. बोलते हैं तू बढ़ेगा. അങ്ങനെ വർദ്ധിച്ചവനാണ് എഫ്രൈം. वैसा बड़ा हुआ है वो. ഇനി എഫ്രൈമിന് പ്രത്യേകതയുണ്ട്. अभी और खासियत है. ശലോമോന്റെ കാലശേഷം सुलेमान का समय के ദേശം बाद രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ, देश जब 2 भाग में बांटा गया, അതായത് ജുഡായയും ഇസ്രായേലുമായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ, യഹൂദയും यहूदा और इस्राएल में जब बांटा गया, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ നേതാവായിട്ട് വന്നത് എഫ്രൈം ഗോത്രക്കാരനാ. इस्राएल का नेता बनके एफ्रीम गोत्र से आया. വാഗ്ദത്തം എഫ്രൈം ഗോത്രത്തിനെ കുറിച്ചില്ല, രാജാവിന്റെ വാഗ്ദത്തം. कि राजा का वादा एफ्रीम गोत्र से नहीं था, പക്ഷേ എഫ്രൈം ഗോത്രത്തിന് രാജാവിനെ ദൈവം കൊടുത്തു. लेकिन एफ्रीम गोत्र को राजा परमेश्वर ने दिया. നിങ്ങൾ പറഞ്ഞാട്ട് ബൈബിൾ കേസ് വാഗ്ദത്തം ഇല്ലാതെ രാജാക്കന്മാരെ കിട്ടിയ 2 ഗോത്രങ്ങൾ ഏതൊക്കെയാ? ബെഞ്ചമിനും എഫ്രൈമും അല്ലേ? बिना वादा का राजा मिला 2 गोत्र कौन सा है? बेंजामिन और एफ्रीम. അപ്പൊ 3 ഗോത്രങ്ങൾക്ക് സത്യത്തിൽ രാജാവിനെ കൊടുത്തു. तो 3 गोत्र को राजा दिया. ഇപ്പൊ എഫ്രൈമിനോട് പറയുക, अब एफ्रीम से कहता है നിന്റെ കൂടാരത്തെ ഞാൻ തള്ളി. तेरे संदूक को मैं ഇനി त्यागा. സാംസ് 78 68 ആണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ എഴുതിയിരിക്കുന്നു, साम 78 के 68 में इस प्रकार लिखा है, നിന്റെ അവകാശത്തെ അല്ലെങ്കിൽ നിന്റെ രാജകീയ പദവിയെ ഞാൻ തള്ളിയിരിക്കുന്നു. तेरा राज्य जो हक है उसको मैंने त्याग दिया. എഫ്രൈമേ, നീ എന്റെ പൊന്നോമന കുട്ടനായിട്ടും, एफ्रीम तू मेरा लाडला है, നീ എന്റെ വാത്സല്യ പുത്രനായിട്ടും, तू मेरा प्रिय पुत्र എനിക്ക് होके നിന്നെ തള്ളാൻ മനസ്സില്ലാഞ്ഞിട്ടും, मुझे तुझे त्यागने का इच्छा नहीं था. അർഹതയില്ലാത്തടത്താ നിനക്ക് അനുഗ്രഹം കിട്ടിയതെങ്കിലും कि जहाँ योग्यता नहीं था वहां तुझे आशीष मिला. പൊൻ എഫ്രൈമേ, നീ തള്ളപ്പെട്ടു പോയല്ലോ. तू त्यागा गया. എന്തുകൊണ്ടാ തള്ളപ്പെട്ടത്? कारण പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ വചനത്തെ മറന്നു, कि परमेश्वर के वचन को भूला, ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നു. उसके कार्यों को भूला. നമുക്കൊരു ഹോംവർക്ക് തരാൻ സമയമില്ലാത്തതുകൊണ്ട് समय की कमी से मैं आपको एक ഹോശേയുടെ होमवर्क देता हूं. പുസ്തകം 7-ാം അധ്യായം പഠിക്കുക. होशा का 7 जरा पढ़ना. അവിടെ എഫ്രൈമിന്റെ പാപങ്ങൾ നമുക്ക് കാണാൻ ഇടയായി. वहाँ एफ्रीम का पापों को हम देख Sins सकते of हैं Ephraim. कि एफ्रीम का पाप, എഫ്രൈമിന്റെ പാപങ്ങൾ एफ्रीम का पाप, വളരെ പ്രധാനപ്പെട്ട ഒത്തിരി പാപങ്ങൾ അവിടെ പറയുന്നു. बहुत खास पाप वहाँ कहते हैं. അവിടുത്തെ ഒരു പാപം എഫ്രൈമിന്റെ പാപമാണ്. उसमें से एक पाप है, എഫ്രൈം വ്യാജത്തെ ഇഷ്ടപ്പെടുന്നു. एफ्रीम जो है झूठ को पसंद करता है. ദൈവമക്കളെ, ദൈവം ഏറ്റവും വെറുക്കുന്നതാണ് വ്യാജം. कि परमेश्वर सबसे नफरत करता है झूठ को. നമ്മുടെ ജീവിതത്തിൽ വ്യാജമുണ്ടെങ്കിൽ, अगर हमारा जीवन में कपट है, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും. എഴുതി വെച്ചോ നിങ്ങൾ. हमारा जीवन का आशीष नष्ट എത്ര होगा. പേരെ കേൾക്കുന്നുണ്ട്? ഞാൻ നിർത്താൻ പോവാ, കുഞ്ഞുങ്ങൾ വന്നാട്ടെ. ഹല്ലേലൂയ, നമുക്ക് कितने लोग मुझे ആരാധിക്കാൻ सुन പോവുക. रहे हैं?
എഫ്രൈമിന്റെ തെറ്റെന്താണ്? വ്യാജത്തെ ഇഷ്ടപ്പെടുന്നു. एफ्रीम का गलती क्या है? कपट को പിന്നെ पसंद करते हैं. എഫ്രൈമിന്റെ രണ്ടാമത്തെ തെറ്റ്, उसका दूसरा गलती, എഫ്രൈം ജാതികളോട് കൂടെ ഇടകലരുന്നു. वो जातियों के साथ घुल मिल गया. എന്ന് പറഞ്ഞാൽ उसका अर्थ है എഫ്രൈമിന്റെ ജീവിതത്തിൽ വേർപാടില്ല. एफ्रीम के जीवन में एक अलगपन नहीं വേർപാട് है. വേണം. എല്ലാവരും പറഞ്ഞാട്ടെ, വേർപാട് വേണം. हर एक जन बोले मुंह खोल के कि एक अलग पाई चाहिए. ദൈവമക്കൾ ദാനിയേലിനെ പോലെ വേർപാടുള്ളവരായിരിക്കണം. परमेश्वर के बच्चा दानियल के ऐसे एक So that अलग I होना will not चाहिए. defile myself. मैं अपने आप को अशुद्ध नहीं എവിടെ करूंगा. ദൈവം അയച്ചാലും ഞാൻ ആരാന്നുള്ളത് മറക്കത്തില്ല. मैं कहां भी जाऊं मैं कौन है भूलूंगा नहीं. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കും. मैं पवित्रता के लिए खड़ा रहेगा. ഞാൻ വിശുദ്ധനായി ജീവിക്കും. मैं पवित्र होकर रहूंगा. എന്റെ ആലയത്തെ ഞാൻ അശുദ്ധമാക്കത്തില്ല. मेरे मंदिर को मैं अशुद्ध नहीं എഫ്രൈം करूंगा. അത് ചെയ്തില്ല. एफ्रीम वो नहीं किया. എഫ്രൈമിന്റെ മറ്റൊരു തെറ്റ് ആ അധ്യായത്തിൽ ഹോശേയ 7-ാം അധ്യായത്തിൽ പറയുന്നു. होशे 7 में दूसरा कहता है, എഫ്രൈമിന്റെ മറ്റൊരു തെറ്റ്, उसका दूसरा ही गलती എഫ്രൈം മറിച്ചിടാത്ത ദോഷയാണ്. कि एफ्रीम जो है पलटी ना करने वाला दोषा है. പൾട്ടി നാക്കിയവ ദോഷായി, മറിച്ചിടാത്ത ദോഷ. पलटी ना किया हुआ दोषा. മറിച്ചിടാത്ത ദോഷം എന്ന് പറഞ്ഞാൽ उसका अर्थ क्या है? അപ്പൊ നിങ്ങൾ പറയും ദോശ. ഞാൻ പറഞ്ഞ ഈ പേപ്പർ ദോശയുടെ കാര്യമല്ലേ, പേപ്പർ പ്ലെയിൻ ദോശയോ? मैं जो അതല്ല, സാധാ ദോശ, പേപ്പർ ദോശ, പേപ്പർ പ്ലെയിൻ ദോശയുടെ കാര്യമല്ല. അത് മറിച്ചിടത്തില്ലെന്നേ. जो पेपर दोषा वो उल्टा नहीं डालते हैं. അതങ്ങോട്ട് തവയിൽ പറ്റിച്ചിട്ട് പിന്നെ പേപ്പർ പോലെ ഇങ്ങനെ ഇളക്കി എടുക്കുക. പിന്നെ ഇനി മറിച്ചിടുന്ന ഒരു ദോശയുണ്ട്. कि वो पलटी करने वाली दोषा है. എനിക്കൊന്നും അതിന് ഊത്തപ്പം എന്ന് വിളിക്കുന്നത് നല്ലതെന്നല്ലേ? ഊത്തപ്പം. ഹല്ലേലൂയ. അത് മറിച്ചിടും അല്ലേ? മറിച്ചിടുവോ? അത് മറിച്ചിടത്തില്ല. പിന്നെ ഏതാ മറിച്ചിടുന്നത്? നമ്മുടെ സാധാരണ ദോശയുണ്ടല്ലോ, കോരി ഒഴിച്ചുണ്ടാക്കുന്ന, हमारे साधारण दोषा जो अपन बनाता है അത് മറിച്ചിടും അല്ലേ? वो पलटी मार डालेगा. മറിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? पलटी नहीं करते क्या നിങ്ങൾ होगा? ദോശ കോരി ഒഴിച്ചു, अपने दोषा के നല്ല लिए കട്ടിക്ക് തിക്കായിട്ടൊരു ലെയർ ഉണ്ടാക്കി एक വെച്ചിരിക്കും. थिक लेयर बनाया. ഏകദേശം പറഞ്ഞ് എഫ്രൈം മറിച്ചിടാത്ത ദോശയാണ്. एफ्रीम जो है पलटी नहीं किया दोषा ആ है. കല്ലെ കിടന്ന ഭാഗം അങ്ങ് വെന്തങ്ങ് കരിഞ്ഞു. वो जो पत्थर में तो पूरा जल के राख हुआ ഓപ്പോസിറ്റ് മേളത്തെ സൈഡ് വെന്തുമില്ല. और ऊपर का हिस्सा जो എന്നിട്ട് ഇത് पका വന്നിട്ട് नहीं. പറയാ, കർത്താവ് ഇത് കഴിച്ചാട്ടെ. वो बोलते हैं परमेश्वर खा. കർത്താവ് എന്റെ പൊന്നെ എഫ്രൈം, ഞാൻ ഇതെങ്ങനെ കഴിക്കാനാ? बोलते मैं ये कैसे खाऊंगा? നീ മറിച്ചിടാത്ത ദോശയാ तू पलटी नहीं किया दोषा എന്ന് है. പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? उसका अर्थ क्या है? എഫ്രൈമിന് രണ്ട് ജീവിതമാ. उसको दो जीवन है. എഫ്രൈമിന് രണ്ട് ലൈഫ് സ്റ്റൈലാ. उसका दो लाइफ स्टाइल है. എഫ്രൈമിന് രണ്ട് മുഖമാണ്. उसको दो चेहरा है. കേൾക്കുന്നുണ്ടോ? मुझे सुन रहे? എഫ്രൈം സഭയിൽ വരുമ്പോ ഭയങ്കര ആത്മികനാ. वो कलीसिया में जब आएगा बहुत आत्मिक है. എഫ്രൈം പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുമ്പോ ഭയങ്കര ആത്മികമാ. वो जो प्रेस एंड वर्शिप होता है बहुत आत्मिक നിങ്ങളെ है. കുറിച്ചല്ല പറഞ്ഞത്, നിങ്ങൾ ആരും എഫ്രൈം അല്ല കേട്ടോ. मैं आपके बारे में नहीं कि आप में से कोई भी ഭയങ്കര एफ्रीम नहीं പ്രൈസ് है. ആൻഡ് വർഷിപ്പാ. बहुत प्रेस एंड वर्शिप है. ഹല്ലേലൂയ. ഉഗ്രൻ ഹല്ലേലൂയ പ്രീച്ചർ ആണ്. एक अच्छा प्रचारक है. ലേക്കിൻ ചർച്ച് വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ लेकिन चर्च में से जब बाहर जाता है എഫ്രൈമിനെ പോലെ മോശപ്പെട്ടത് ആരുമില്ല. एफ्रीम से बेकार कोई नहीं है. രണ്ട് ലൈഫ് സ്റ്റൈല്. दो लाइफ ചില स्टाइल. വ്യക്തികളുണ്ട് ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള ജീവിതം നയിക്കുന്നവർ. कि कुछ लोग हैं जो जीवन में രഹസ്യ ജീവിതം വളരെ മോശമാണ്. रहस्य जीवन उसका बहुत बेकार है. നമ്മൾ ആരാണെന്ന് അറിയെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, ഇതൊക്കെ കേൾക്കണം. कि हम कौन है जानना है, तो हम जब अकेले बैठते हैं हम क्या सोचते हैं, क्या सोच करते हैं वो देखना है. നമ്മുടെ പബ്ലിക് ലൈഫ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. हमारा जो पब्लिक लाइफ बहुत खूबसूरत होगा. ഹല്ലേലൂയ. പക്ഷേ പേഴ്സണൽ ലൈഫിൽ രഹസ്യ ജീവിതത്തിൽ സംശുദ്ധിയില്ലാത്ത എഫ്രൈം. ഹല്ലേലൂയ. कि रहस्य जीवन में अशुद्धि से भरा एफ्रीम. എഫ്രൈമിന്റെ പരാജയത്തിന്റെ കാരണമാണ് एफ्रीम का पराजय का कारण ദൈവം തെരഞ്ഞെടുക്കാഞ്ഞിട്ടാണോ? परमेश्वर क्यों नहीं चुना? യോഗ്യത ഇല്ലാതെ തെരഞ്ഞെടുത്തതല്ലേ? बिना योग्यता का चुना പക്ഷെ है. എന്ത് ചെയ്തു? लेकिन क्या किया? ഈ കിട്ടിയ തെരഞ്ഞെടുപ്പിനെ നന്മകളെ അവകാശങ്ങളെ മുഴുവൻ എഫ്രൈം നഷ്ടപ്പെടുത്തി. ये जो मिला हुआ जो भलाइयों को सब उसने नष्ट किया. പറഞ്ഞാട്ട് എനിക്കത് സംഭവിക്കരുത്. आप बोला मुझे वैसा എല്ലാ नहीं होना ദൈവമക്കളും है. എഴുന്നേറ്റ് നിൽക്കാമോ? हर जी खड़े हो जाइए. നിങ്ങൾ പറയാൻ പറ്റുമോ, കർത്താവേ आप बोले परमेश्वर നിന്റെ ഉപകാരങ്ങളെ മറക്കാതെ എനിക്ക് ജീവിക്കണം. तेरे उपकारों को ना भूले मुझे जीना है. കർത്താവേ നിന്റെ വചനത്തെ മറക്കാതെ എനിക്ക് ജീവിക്കണം. परमेश्वर तेरे वचन को बिना भूले जीना है. ഇല്ലാതെ നീ എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ बिना योग्यता के तूने मुझे चुना है. കർത്താവേ നീ എന്നെ നടത്തണം. परमेश्वर तू मुझे चला. എന്നെ തെരഞ്ഞെടുത്തതുപോലെ ഓ യോഗ്യതയല്ലപ്പാ, बिना योग्यता का നിന്റെ കൃപയാണ്, तेरा का अनुग्रह है. നിന്റെ കൃപയാണ്. तेरा अनुग्रह है. എഫ്രൈമിനെ പറ്റിയ പരാജയം എനിക്ക് സംഭവിക്കരുത്. एफ्रीम को जो गलती वो मुझे नहीं होना है. എഫ്രൈമിന്റെ കൂടാരം തള്ളപ്പെട്ടു. एफ्रीम का जो संदूक है वो त्यागा गया. എഫ്രൈമിന്റെ രാജാവകാശങ്ങൾ നഷ്ടപ്പെട്ടു. एफ्रीम का राजा का हक नष्ट हुआ. ഹല്ലേലൂയ. Thank you, Holy Spirit. ദൈവത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു. परमेश्वर पसंद नहीं करता था. ദൈവത്തിന്റെ ഓമന പുത്രൻ परमेश्वर प्रिय पुत्र സ്വർഗം ദുഃഖിക്കുക കേട്ടോ. स्वर्ग दुख में है. നാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വർഗത്തിന് എന്തൊരു വേദനയാണെന്നറിയാം. हम जब नष्ट होते हैं स्वर्ग को कितना दुख है. എഫ്രൈമിനെ കുറിച്ച് ഇനി ഒത്തിരി പറയാനുണ്ട്. एफ्रीम के बारे में बोलने लिए और बहुत है. മറ്റൊരു സെക്ഷനിൽ നമുക്ക് അത് ചിന്തിക്കാം.
दूसरा सेक्शन में हम कहेंगे പകൽക്കാലം കേട്ട വചനത്തിന് മുമ്പിൽ എത്ര പേർ സമർപ്പിക്കും? आज जो सुना वचन से कितने लोग सुनेंगे? പറഞ്ഞാട്ട് കർത്താവേ അടിയനെ സമർപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു. बोलो परमेश्वर मैं अपने आप को समर्पण करता हूँ. വീണു പോകുവാനിടയായി തീരരുത്. गिरने के लिए मौका ना देना. ചതിക്കുഴികൾ ഒത്തിരിയുണ്ട്. बहुत सारे धोखे के गड्ढे हैं. സാത്താൻ ഞങ്ങളെ വീഴ്ത്തരുത്. सातान हमें ना गिराए. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് നടന്ന അത്ഭുതങ്ങൾ ഞങ്ങളുടെ കാലത്ത് നടക്കട്ടെ. हमारे पूर्वजों के समय में जो चमत्कार वो हमारे जीवन में भी हो. ഞങ്ങളുടെ പിതാക്കന്മാർ വിശുദ്ധിയിൽ നടന്നതുപോലെ മാതൃകയോടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. जैसे हमारे पूर्वज पवित्रता में रहा उसी അത് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. वो हमारे बच्चों को सिखाने के लिए हमें मदद എത്ര സമർപ്പിക്കും? കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി लोग समर्पण करेंगे. പറഞ്ഞാട്ട് കർത്താവേ അടിയനെ സമർപ്പിക്കുന്നു. हाथ उठा के बोलो परमेश्वर मैं अपने आप അടിയനെ को समर्पण करते हैं. സമർപ്പിക്കുന്നു. मैं अपने आप को നീ എന്റെ കരം പിടിച്ചോണേ അപ്പാ. परमेश्वर तू मेरे हाथ നീ എന്നെ पकड़. തള്ളിക്കളയരുത്, तू मुझे त्यागे എന്നെ ना. ഉപേക്ഷിക്കരുത്. मुझे त्यागे ना. അവസാനത്തോളം വിശ്വസ്തനായി നിൽക്കുവാൻ കൃപ തരണേ അപ്പാ. आमीन. अंतिम तक विश्वास योग्य बन के ചേർന്ന് जीने പാടി का കർത്താവിനെ ആരാധിക്കാൻ സ്തുതിക്കാം. हम साथ में गा के परमेश्वर को धन्यवाद देंगे. तू है मेरा प्रेमी, मेरा साथी, शक्तिशाली मेरा प्रभु. तू है मेरा प्रेमी, मेरा साथी, शक्तिशाली मेरा प्रभु. ऐ मेरे मन क्यों है उदास, यीशु पर रख उम्मीद और आस. वो है शरण स्थान गाऊं, सदा धन्यवाद गाऊं, सदा धन्य. ऐ मेरे मन, ऐ मेरे मन क्यों है उदास, यीशु पर रख उम्मीद और आस. वो है शरण स्थान गाऊं, सदा धन्यवाद गाऊं, सदा धन्यवाद. तू है मेरा प्रेमी, मेरा साथी, शक्तिशाली मेरा प्रभु. तू है मेरा प्रेमी, मेरा साथी, शक्तिशाली मेरा प्रभु. तू है मेरा प्रेमी, मेरा साथी, शक्तिशाली मेरा प्रभु. तू है मेरा प्रेमी, मेरा साथी, शक्तिशाली मेरा प्रभु. ऐ मेरे दिल क्यों है निराश, यीशु पर तू कर भरोसा. वो ही आएगा तुझे वो ले जाएगा, तुझे वो ले जाएगा. ऐ मेरे दिल क्यों है निराश, यीशु पर तू कर भरोसा. वो ही आएगा तुझे अपने संग हमें बादलों में ले जाएगा, तुझे वो ले जाएगा. तू है मेरा प्रेमी, मेरा साथी, शक्तिशाली मेरा प्रभु. तू है मेरा प्रेमी, मेरा साथी, शक्तिशाली मेरा प्रभु. तू है मेरा प्रेमी, मेरा साथी, शक्तिशाली मेरा प्रभु.
என் உயிரோடு கலந்து என் உயிரே நான் உன்னை துதிப்பேன். என் உயிரே நான் உன்னை துதிப்பேன். என் உயிரான என் உயிரான 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 இயேசு. என் உயிரான 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 இயேசு. என் உயிரான இயேசு. என் உயிரோடு கலந்து என் உயிரே நான் உன்னை துதிப்பேன். உயிரே நான் உன்னை துதிப்பேன். என் உயிரான 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 இயேசு. என் உயிரான 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 இயேசு. உயிரான இயேசு. என் உயிரோடு கலந்து என் உயிரே நான் உன்னை உலகமெல்லாம் மறக்குறையா உணர்வு எல்லாம் இனிக்குதையா. உலகமெல்லாம் மறக்குறையா உணர்வு எல்லாம் இனிக்குதையா. உன்னாமம் துதிக்கையிலே இசையா உன் அன்பு ருசிக்கையிலே. உன்னாமம் துதிக்கையிலே இசையா உன் அன்பு ருசிக்கையிலே. என் உயிரான 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 இயேசு. என் உயிரான 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 இயேசு. என் உயிரான இயேசு. என் உயிரோடு கலந்து என் உயிரே நான் உம்மை துதிப்பேன். உயிரான 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 இயேசு. என் உயிரான 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 இயேசு. என் உயிரான இயேசு. என் உயிரோடு கலந்து என் உயிரே நான் உம்மை துதிப்பேன். என் உயிரே நான் உம்மை துதிப்பேன். என் உயிரான 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 இயேசு. என் உயிரான 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 இயேசு. என் உயிரான இயேசு. என் உயிரோடு கலந்து என் உயிரே நான் உம்மை துதிப்பேன். என் உயிரே நான் உம்மை துதிப்பேன். यीशु मसीह ओ महिमा तेरी गाए आसमान गाए ज़मीन. यीशु मसीह ओ महिमा तेरी गाए आसमान गाए ज़मीन. तुमसा कोई नहीं, तुमसा कोई नहीं. अब है पूरा यकीन, तुमसा कोई. प्रार्थना करेगा, हाथों को स्वर्ग की ओर उठा के बढ़ा के प्रार्थना कर दीजिए, प्रभु को धन्यवाद दे दीजिए. हालेलुया.
एफ्रीम इतना आशीषों पाया हुआ एक कुल था, लेकिन प्रभु का वचन से दूर होने का कारण से, प्रभु को भूलने का कारण से उनका आशीषों, उसका हालेलुया अधिकारों नष्ट हो गया। ये कभी भी अपना जीवन में ना होना। यीशु के हाथ में सौंप दीजिए, वचन का सामने नम्र कर दीजिए, नम्र कर दीजिए। साथ में प्रार्थना करेगा, कुछ और ब्रदर प्रार्थना में मदद करेगा। आमेन। प्रार्थना सुना, इसके लिए धन्यवाद दीजिए। हालेलुया, हालेलुया। पिता और पुत्र और पवित्र आत्मा का आशीष, सहारा और सहायता ऐसे जिंदगी के आखिरी दिन तक हमेशा अपने साथ में होते रहेंगे। आमेन, आमेन। बोलो प्रभु यीशु मसीह की हालेलुया, हालेलुया। तो सबको आशीषित करेगा। आदित्य का बर्थडे का कुछ स्वीट्स